പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകരോടൊപ്പം വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി ആയിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ജീവിതത്തിലെ വ്യത്യസ്ത തുറകളിൽ നിന്ന് ഒരുപാട് നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളുമായി ഓരോ ദിവസവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ പ്രിയപ്പെട്ടവരെ ദൈവം അയച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു കുടുംബമാണ്. കർത്താവിൻ്റെ ദാസൻ ജോർജ് കെ മാത്യു അവർകൾ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി കർത്താവിൻ്റെ ദാസി സനില ടി സണ്ണി, ഈ പ്രിയപ്പെട്ടവരാണ് തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ നമ്മോടൊപ്പം ഇന്ന് പങ്കുവയ്ക്കുന്നത്. ആദ്യം അല്പസമയം കർത്താവിൻ്റെ ദാസൻ നമ്മോട് തൻ്റെ ജീവിതാനുഭവങ്ങൾ മുഖവരിയായി പറഞ്ഞതിന് ശേഷം കർത്താവിൻ്റെ ദാസി നമ്മോട് തുടർമാനമായി സംസാരിപ്പാൻ തക്കവണ്ണോടെയായിത്തീരും. ആകയാൽ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ ജീവിതാനുഭവങ്ങൾ കേൾക്കുകയും കാണുകയും പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കുകയും ചെയ്യാം. അത് നമ്മുടെ ഏവരുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാനിടയായിത്തീരുമല്ലോ. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഈ വാത്സല്യ കുടുംബത്തെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് കർത്താവിന്റെ ദാസനെ. പ്രൈസ് ലോർഡ് പാസ്റ്റർ. ആമേൻ. കർത്താവിന്റെ ദാസനെ അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ കുടുംബമായിട്ട് ഇന്ന് അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുവാൻ കടന്നു വന്നതിൽ ഒത്തിരി സന്തോഷം. തുടർന്ന് ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന നിമിഷങ്ങളിൽ ദൈവനാമമായി പെടുവാൻ തക്കവണ്ണം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയുന്നതിന് മുന്നോടിയായിട്ട് ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് താലൂക്കിലെ പാലോം എന്ന സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ സുവിശേഷ വേല ചെയ്യുന്നു. രണ്ട് ആൺമക്കളാണുള്ളത്. മൂത്ത മോന് കുടുംബമായിട്ട് ദുബായിലാണ്. ഇളയ മോൻ ഓസ്ട്രേലിയയിലെ കാൻബറയിലാണ്. അവിടെ ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ആസ്ട്രോഫിസിക്സിൽ PhD കംപ്ലീറ്റ് ചെയ്തു. പോസ്റ്റ് ഡോക്ടറേറ്റ് ഫെലോഷിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് പ്രാരംഭമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നതിനായി സമയം വേർതിരിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ വലിയ അവസ്ഥ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയിലെ കർത്താവിന്റെ സാക്ഷികളായി നിൽക്കുവാൻ ഞങ്ങൾക്ക് രണ്ടും വലിയ വലിയ കൃപയ്ക്കായിട്ടും അവസരത്തിന് ദൈവത്തിന് സകല സ്തോത്രവും കരയറ്റുന്നു. ഈ അവസരം ഒരുക്കിയ അരോമ ടിവിയുടെ ദാനിയൽ ജോൺ പാസ്റ്ററോടും എല്ലാവരോടുമുള്ള ഞങ്ങളുടെ നന്ദി സ്നേഹവും അറിയിക്കട്ടെ. അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. എന്റെ ജനനം കോട്ടയം ജില്ലയിലെ ചിങ്ങവനം അടുത്തുള്ള പള്ളം എന്ന സ്ഥലത്താണ്. ഞാനൊരു സാധാരണ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു. CSI സഭാവിശ്വാസികളായിരുന്നു എൻ്റെ മാതാപിതാക്കള്. അവര് ദൈവഭക്തിയിലും വിശ്വാസത്തിലും ഞങ്ങളെ വളർത്തി. പതിവായിട്ട് കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. രാവിലെയും വൈകിട്ടും ഞങ്ങൾക്ക് പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ചെറുപ്പം മുതലേ ക്രിസ്തു വിശ്വാസത്തിൽ വളർന്നു വന്നു. എൻ്റെ ഗ്രാൻഡ് പേരൻസ്, എൻ്റെ വല്യപ്പച്ചനെ ഞാൻ കണ്ടിട്ടില്ല. വല്യപ്പച്ചൻ അന്നത്തെ ആ സ്ഥലത്തെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അതോടൊപ്പം അടുത്തുള്ള ചർച്ചിലെ ഉപദേശിയായിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ആശാൻ ഉപദേശി എന്നാണ് അപ്പച്ചനെ വിളിച്ചിരുന്നത്. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അപ്പച്ചൻ മരിച്ചുപോയി. എൻ്റെ വല്യമ്മച്ചി ഒരു ഗവൺമെന്റ് LP സ്കൂളിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു സാധാരണ ക്രിസ്ത്യ ജനിക്കുവാൻ ദൈവം അവസരം തന്നു. ഞങ്ങളെ സ്പിരിച്വലായിട്ട് വളർത്തിയത് ഞങ്ങളുടെ കൂടെ താമസിച്ചിരുന്ന എൻ്റെ പപ്പായുടെ പെങ്ങളെ അമ്മാമ്മച്ചി എന്ന് വിളിച്ചിരുന്ന ഏലിയാമ്മ കൊച്ചമ്മയാണ്. ഞങ്ങളെ കുഞ്ഞുനാൾ മുതലേ കൈപിടിച്ച് സൺഡേ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയും ചർച്ചിൽ കൊണ്ടുപോവുകയും കൂട്ടായ്മകൾക്കും കമ്മീഷനെ കൊണ്ടുപോവുകയും പതിവായിരുന്നു. അങ്ങനെ ഞങ്ങളെ ഒരു സ്പിരിച്വൽ അടിത്തറ ഇട്ടുന്നത് ഞങ്ങളുടെ അമ്മാമ്മച്ചിയാണ്. ഞങ്ങളുടെ അമ്മാമ്മച്ചിയെയും ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും നന്ദിയോടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം എനിക്ക് 21-ാമത്തെ വയസ്സിൽ ദൈവകൃപയാൽ 3 ജോലി ഒരേ സമയത്ത് ലഭിക്കുവാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. റെയിൽവേസിലും അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് സർവീസിലും അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിലും സ്റ്റേറ്റ് ബാങ്ക് ട്രാവൻകൂറിലും ഒരേ സമയത്ത് 3 ജോലി ലഭിക്കാൻ ഇടയായി. എൻ്റെ വല്യമ്മച്ചി മരിക്കുന്നത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. വല്യമ്മച്ചി മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് എന്നെ വിളിച്ചു. എൻ്റെ പെറ്റ് നെയിം ജീമോൻ എന്നാണ്. ജീമോനെ എന്ന് വിളിച്ചു. ഞാൻ അടുത്ത് ചെന്ന് വല്യമ്മച്ചി എന്നെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. വീണ്ടും വല്യമ്മച്ചി എന്നെ തന്നെ വിളിച്ചു. ഞാൻ വീണ്ടും ചെന്ന് വീണ്ടും എന്നെ അനുഗ്രഹിച്ചു. 3ാമതും വിളിച്ചു. വീണ്ടും എന്നെ കൈവച്ച് അനുഗ്രഹിച്ചു. ഞങ്ങൾ സഹോദരങ്ങൾ 4 പേരാണ്. ഞാനാണ് എൽഡസ്റ്റ്. എൻ്റെ ഇളയ 2 ബ്രദേഴ്സ് ഉണ്ട്. സിസ്റ്റർ ഏറ്റവും ഇളയതാണ്. ഞാൻ വിചാരിച്ചു
എന്റെ സഹോദരന്മാർക്ക് കിട്ടേണ്ട അനുഗ്രഹം കൂടെ വെല്ലുമിച്ച് എനിക്ക് തന്നെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വെല്ലുമിച്ച് 3 പ്രാവശ്യം അനുഗ്രഹിച്ചു, അതുകൊണ്ട് ഒരേ സമയം 3 ജോലി ലഭിക്കാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആദ്യമേ അക്കൗണ്ടന്റ് ജനറൽ ഓഫീസർ ട്രിവാൻഡ്രത്തിൽ ജോയിൻ ചെയ്തു. ബാങ്കിങ് ജോലിയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ റിക്രൂട്ട്മെന്റ് ബാനൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അന്ന് അപ്പോയിന്റ്മെന്റ് ഓർഡർ ആർക്കും അയച്ചിരുന്നില്ല. അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിൽ ജോയിൻ ചെയ്തതിന് ശേഷം 1.5 വർഷത്തിന് ശേഷം എനിക്ക് സ്റ്റേറ്റ് ബാങ്ക് ട്രാവൻകൂറിലേക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടി. ഞാൻ ആഗ്രഹിച്ച ജോലിയാണ് ബാങ്കിങ് ജോലി. ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയും വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 92-ലാണ് ഞങ്ങളുടെ വിവാഹം. അനുഗ്രഹപ്പെട്ട ജീവിത പങ്കാളി ദൈവം എനിക്കായി ഒരുക്കി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങള് 32 വർഷം ഞങ്ങളുടെ കുടുംബജീവിതം പൂർത്തിയാക്കി. 2 ആൺകുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ 2000-ല് ഒരു പുതിയ വീടൊക്കെ വെച്ചു, അവിടെ താമസം ആരംഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കുടുംബജീവിതം 9 വർഷം എത്തിയപ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ മാറ്റി വലിച്ച വലിയൊരു സംഭവം ഉണ്ടായത്. ഒരു ചെറിയ മുറിവിന് ഒരു ഇഞ്ചക്ഷൻ എടുത്തതാണ്. സെപ്റ്റിസീമിയയായി തന്റെ മകള് സനില മരണത്തിന്റെ അവസ്ഥയിലേക്ക്, അതിനെപ്പറ്റി തുടർന്ന് സനില വിശദീകരിക്കുന്നതാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ദൈവത്തോട് കൂടുതൽ അടുക്കുള്ള അവസരമാണ് ദൈവം ഞങ്ങളെ അവസരമൊരുക്കി. അതുവരെ ക്രിസ്ത്യ വിശ്വാസം ഉണ്ടായിരുന്നു. സൺഡേ സ്കൂളിലൊക്കെ ഡയോസിസിൽ പരീക്ഷകൾക്കൊക്കെ വളരെ സമ്മാനങ്ങൾ എനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. കൊയറിലുണ്ടായിരുന്നു, യൂത്ത് മൂവ്മെന്റിലൊക്കെ ആക്റ്റീവായിരുന്നു. എങ്കിൽ ദൈവത്തോട് പേഴ്സണൽ റിലേഷൻഷിപ്പ് അത് ഒരു പരിധിവരെ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഈ സംഭവത്തിന് ശേഷമാണ് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ദൈവം സഹായിച്ചത്. പരിശുദ്ധമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ, ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കുവാൻ ദൈവം കരുതുന്നവനാണെന്ന് മനസ്സിലാക്കുവാൻ ഒരുക്കിയ ഒരു അവസരമായിരുന്നു ഇത്. 2001-ലായിരുന്നു അത്. ഞാൻ പറയാറുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവം ഒരു സാക്ഷ്യം ഒറ്റ വാക്കത്തിൽ പറയുവാണെങ്കിൽ, കഷ്ടതയിൽ ആയിരുന്നു എനിക്ക് നന്നായി എന്ന് പറയാൻ സാധിക്കും. കാരണം ഒരു കഷ്ടതയിൽ കൂടെയാണ് ദൈവം ഞങ്ങളെ ഈ ഇതിലേക്ക് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ജോലിയിൽ തന്നെ തുടരുകയുള്ളൂ. ഈ കഷ്ടത ഞങ്ങളുടെ കുടുംബത്തിന്റെ മൊത്തം ഒരു അവസ്ഥയെ മാറ്റിമറിച്ചു. സങ്കീർത്തനം 119 എഴുതുന്നത് ഇങ്ങനെ പറയുന്നു: നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നു എനിക്ക് നന്നായി. അതാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒറ്റ വായത്തുള്ള സാക്ഷ്യം, കഷ്ടതയിൽ ആയിരുന്നത് നന്നായി. സനിലയും ശൈശവദേശം തൊട്ട് വളരെയധികം ശാരീരിക ക്ലേശങ്ങളിലൂടെ കടന്നുപോയി. അതിനെപ്പറ്റിയൊക്കെ തന്നെ തുടർന്ന് സംസാരിക്കും. പ്രധാനപ്പെട്ട സാക്ഷ്യം തുടർന്ന് സനില സംസാരിക്കുന്നതിന്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കുന്നു. ഈ നല്ല ദിവസത്തിനായി സ്തോത്രം. പ്രത്യേകിച്ച് അരോമ TV ചാനലിലൂടെ ദൈവത്തിന്റെ സാക്ഷിയായി നിൽപ്പാൻ ദൈവം തന്ന അവസരത്തിനായി കൊടാനുകൂടി സ്തോത്രം ചെയ്യുന്നു. മരണത്തിന്റെ താഴ്വരയിൽ നിന്നും ദൈവം എന്നെ പിടിച്ച് ഉയർത്തി അനേകർക്ക് സാക്ഷ്യമായി നിൽപ്പാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഈ വലിയ അവസരം ഞങ്ങൾക്ക് ഒരുക്കിയ ബഹുമാനപ്പെട്ട പാസ്റ്റർ ഡാനിയൽ ജോൺ സാറിനോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുക. ഇതിന് മുഖാന്തരമായത് എൻ്റെ പ്രാർത്ഥനാ സഹകാരിയും എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയുമായ ശ്രീമതി സാരാമ കുരുവിള ടീച്ചറാണ്. ടീച്ചറിനെയും ഞാൻ നന്ദിയോടെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ജീവിത സാക്ഷ്യം ഒരനുഗ്രഹമായി തീരട്ടെ. അവരുടെ ഹൃദയത്തെ അത് സ്പർശിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ വാക്കുകളിലൂടെ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് എല്ലാ മഹത്വവും കരയേറ്റുന്നു. ഒന്നും പുകഴാനായിട്ടില്ല. ഒരു സാധാരണക്കാരിയാണ് ഞാന്. ദൈവത്തിന്റെ സന്നിധിയിൽ ഈ സമയം എന്നെ തന്നെ താഴ്ത്തുന്നു. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് കർത്താവിനെ ഉയർത്തുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്തു. തീർച്ചയായിട്ടും ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഉണ്ടായ ദൈവ പ്രവർത്തികൾ അനേകർക്ക് വലിയ അനുഗ്രഹവും അല്ലെങ്കിൽ അനേകർക്ക് അവരുടെ ജീവിതത്തെ ഒന്നുകൂടെ പരുവപ്പെടുത്തിയെടുക്കുവാനും ദൈവം സഹായിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എൻ്റെ ജനനം റാന്നിയിലാണ്. എൻ്റെ പേര് സനില ടി സണ്ണി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരു സാധാരണ ക്രിസ്തീയ കുടുംബത്തിലാണ്, ഞാൻ ഒരു CSI കുടുംബത്തിലാണ് ജനിച്ചത്. പിന്നെ മാതാപിതാക്കളും വളരെ പ്രാർത്ഥനയുള്ളവരായിരുന്നു. പ്രത്യേകിച്ച് പിതാവ് വളരെ സൗമ്യനായ ഒരു വ്യക്തിയായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും ആരോടും ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. അത്ര സൗമ്യനായി ദൈവവുമായിട്ട് വ്യക്തിപരമായ ബന്ധം, ദർശനങ്ങളും വെളിപ്പാടുകളുമുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഞങ്ങളെ വളർത്തിയെടുക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. ഞങ്ങള് 2 സഹോദരന്മാരാണ് എനിക്കുള്ളത്. എൻ്റെ ഒരു മൂത്ത സഹോദരനും ഇളയ സഹോദരനും.
അവര് കുടുംബസ്ഥരായി കോട്ടയത്തിനടുത്തുള്ള ഒളശ എന്ന ഗ്രാമത്തിൽ താമസിക്കുന്നു. എന്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്റെ മാതാവിന് 93 വയസ്സുണ്ട്. മൂത്ത സഹോദരനോടൊപ്പം ആയിരിക്കുന്നു. ദൈവത്തിന് എല്ലാ മഹത്വവും കരയറ്റുന്നു. ഞങ്ങൾ റാന്നിയിൽ നിന്നും ഞാൻ ഉണ്ടായി ചില മാസങ്ങൾക്ക് ശേഷം കോട്ടയത്തിന് അടുത്തേക്ക് മാറുവാനായിട്ടിടയായി. എനിക്ക് വിദ്യാഭ്യാസം ആമുഖമായിട്ട് ഞാൻ പറയട്ടെ. മലയാളത്തിൽ BSc സുവോളജിയും മലയാളത്തിൽ MAയും B.Ed നാച്ചുറൽ സയൻസിലും, അതിനുശേഷം ദൈവം തിയോളജിയിൽ MDiv എടുക്കുവാൻ ദൈവം സഹായിച്ചു. ട്രാഡായിൽ നിന്ന് കൗൺസിലിങ്ങില് ഒരു ഡിപ്ലോമയും എടുക്കുവാൻ ദൈവം സഹായിച്ചു. 42ാമത്തെ വയസ്സിലാണ് ഞാൻ സെമിനാരിയിൽ പോയി പഠിക്കുന്നത്. ജോലിയോടൊപ്പമായിരുന്നു. ഒക്കെ ദൈവത്തിന്റെ വലിയ കൃപ അനുഭവിച്ചതാ. ഞാൻ ഇത്രയും തുറന്നു പറയുന്നത്, ഒരു സാധാരണ വീട്ടമ്മയ്ക്ക്, ഒരു സാധാരണ സ്ത്രീക്ക് ദൈവസന്നിധിയിൽ വിധേയപ്പെടുത്തിയാല് എത്രമാത്രം ദൈവം അവസരങ്ങൾ തന്ന്, ഹല്ലേലൂയ, ദൈവം നമ്മെ ഉയർത്തും, ദൈവം നമ്മെ ഉപയോഗിക്കും എന്നുള്ള ആ ഒരു സാക്ഷ്യത്തിന്റെ മാതൃകയായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിനെ തിരുമുമ്പാകെ സമർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ ജനനത്തിന് ശേഷം ആദ്യ 1 വയസ്സാകുന്നതിന് മുമ്പേ വളരെ ശക്തമായ പ്രതികൂലങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അതിന് ഒന്നാമത്തെ സംഭവം, ഞങ്ങൾ താമസിച്ചിരുന്നത് CSIയുടെ ചാലുകുന്നിലുള്ള CMS കോളേജ് ഹൈസ്കൂളിന്റെ ആ കുന്നിന്റെ താഴ്വാരത്തുള്ള ഒരു ചെരുവിലാണ്. ആ പഴയ സെമിനാരിയിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരു ദിവസം കാലവർഷക്കാലത്ത് അർദ്ധരാത്രി കോരിച്ചൊരിയുന്ന മഴയില് ആ കുന്നിന്റെ മുകളിലുണ്ടായിരുന്ന കിണർ നിറഞ്ഞ് കവിഞ്ഞു. കല്ലും മണ്ണുമെല്ലാം ശക്തമായി ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ പതിച്ചു. ഒരു പഴയ വീടായിരുന്നു, അതെല്ലാം ഇടിഞ്ഞു വീണു. അന്ന് ഞങ്ങളുടെ കൂടെ എൻ്റെ മാതാവിന്റെ സഹോദരി പുത്രൻ 15 വയസ്സുകാരനുണ്ട്. എൻ്റെ മൂത്ത സഹോദരൻ 4 വയസ്സുകാരനുണ്ട്. ഞാനും മാത്രമുള്ളൂ. ഇളയ സഹോദരനൊന്നും ഉണ്ടായിട്ടില്ല. പിതാവ് മൂത്ത സഹോദരനെയും കൊണ്ട് വെളിയിൽ ചാടി. മറ്റേ സഹോദരി പുത്രനും വെളിയിൽ ചാടി. അമ്മയുടെ കൂടെ കിടക്കുകയായിരുന്ന ഞാനും അമ്മയും മണ്ണിനടിയിലായി പോയി. അർദ്ധരാത്രിയില് ഈ ഇലക്ട്രിക് ലൈനുകളെല്ലാം പൊട്ടി വീണ സമയത്ത് രാത്രിയിൽ ആളുകൾ ഓടിക്കൂടിയെങ്കിലും വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകൾക്കെല്ലാം ഭയമായിരുന്നു. ഒരു തരത്തില് അവരെല്ലാരും ചേർന്ന് മണ്ണ് മാന്തി എൻ്റെ അമ്മയെ കണ്ടെടുത്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, മാസങ്ങൾ പ്രായമുള്ള ഈ കുഞ്ഞ് മരിച്ചുപോയി കാണും, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, അവളെ ഇനി തപ്പിയിട്ട് കാര്യമില്ല, ഇനി അടുത്തുള്ളവരോടെ കറണ്ട് അടിച്ച് ചാവുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ നിലവിളിച്ചു, എൻ്റെ കുഞ്ഞിനെ എനിക്ക് ജീവനോടെ കാണണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ചുങ്കമാറ്റിൽ ചാടി മരിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ആ ഭീഷണിയെ തുടർന്ന് എൻ്റെ കസിനും എൻ്റെ പിതാവും കൂടെ മണ്ണ് മാറ്റി ചെല്ലുമ്പോൾ ഒരു വലിയ കാട്ടുകല്ല് വളരെ ശക്തിയോടെയാണ് അവർ രണ്ടുപേരും കൂടെ ആ കല്ലുരുട്ടി മാറ്റിയത്. അതിന്റെ അടിയില്, ഉത്തരത്തിന്റെ അടിയില് മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു കുഞ്ഞ് പാദത്തിന്റെ അറ്റം മാത്രം കാണാം. ആ കാലെ പിടിച്ച് മണ്ണ് മാന്തി അവര് എന്നെ വലിച്ചെടുത്തു. ശവമാണെന്ന് കരുതി വലിച്ചെടുത്തു. ഹല്ലേലൂയ. എന്നാൽ 60 വർഷമായി ജീവിപ്പാന് എൻ്റെ കർത്താവ് എനിക്ക് കൃപ തന്നതോർത്ത് സ്തോത്രം. ഹല്ലേലൂയ. തൊട്ടടുത്ത് തന്നെ താമസിച്ചിരുന്ന മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട്, നഴ്സിംഗ് സൂപ്രണ്ട് അവരുടെ കാറില് ഫസ്റ്റ് എയ്ഡ് തന്ന് എനിക്ക് കൃത്രിമ ശ്വാസം തന്ന് എന്നെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. ശത്രു എൻ്റെ ജീവനെ കുഞ്ഞുനാളില് തകർക്കാൻ ശ്രമിച്ചാലും അവൻ സമ്മതിക്കത്തില്ല. എൻ്റെ കർത്താവ് ജീവിക്കുന്ന കർത്താവ്. കാരണം ഇന്ന് അനേകർക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഈ സാക്ഷ്യം ഈ പ്രിയ ചാനലിലൂടെ പറയണമെങ്കിൽ ഞാൻ ജീവിക്കണമെന്നുള്ളത് കർത്താവിന്റെ നിശ്ചയമായിരുന്നതോർത്ത് സ്തോത്രം. ഹല്ലേലൂയ. എന്നെ വളരെ മിടുക്കിയായിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. ചില മാസങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 1 വയസ്സാവുന്നതിനടുത്ത് തന്നെ, അന്ന് 1964-65 കാലഘട്ടത്തിൽ ഇന്ത്യ മുഴുവൻ പോളിയോ രോഗം പടർന്നു പിടിച്ചു. അനേക കുഞ്ഞുങ്ങള് മരിക്കാനിടയായി. ശത്രു എന്നെ വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി. എൻ്റെ ശരീരത്തിലും പോളിയോ ബാധിച്ചു. 1 വയസ്സുള്ള കുഞ്ഞിനെ ഒന്ന് സങ്കല്പിച്ചാൽ അറിയാം. ആ കുഞ്ഞിന് കൈകൾ കാലുകൾ അനക്കാൻ പറ്റത്തില്ല. ആകെപ്പാടെ ശബ്ദമില്ല. കരഞ്ഞ വാ പൊളിക്കുന്നത് മാത്രം കാണാം. എൻ്റെ മാതാപിതാക്കൾ നിസ്സഹായരായിരുന്നു. അവർ ദൈവത്തോട് നിലവിളിച്ചു.
ആകെ ഉണ്ടായിരുന്നത് മെഡിക്കൽ കോളേജിലെ ഒരു പീഡിയാട്രീഷ്യൻ ജോൺ എന്ന ഡോക്ടർ മാത്രം. അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു, അദ്ദേഹം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. എന്നാൽ അവിടെ കിട്ടാവുന്ന എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് അവർ അന്ന് ചികിത്സിച്ചു. അന്ന് മഹായിടവക ഓഫീസ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ പിതാവ് വളരെ ഭക്തനായിരുന്നു കൊണ്ട് അന്ന് കത്തീഡ്രലിലെ വികാരിയായിരുന്ന ഇന്നത്തെ ദിവംഗതനായ മൈക്കിൾ ജോൺ ബിഷപ്പ് അന്ന് ഇംഗ്ലണ്ടിലെ CMS മിഷണറിമാർക്ക് എന്നെ കുറിച്ച് കത്തെഴുതി. എൻ്റെ ശരീരത്തിൽ പിടിപ്പിക്കുവാനായിട്ട് ഒരു ഉപകരണം ദൈവം കപ്പലിൽ ആ മിഷണറിമാരിലൂടെ അയച്ചു തന്നു. ഈ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ആർക്കും ഉണ്ടായിരിക്കാൻ വഴിയില്ല. ദൈവത്തിന് സ്തോത്രം. എത്ര അതിശയകരമായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ചുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഹല്ലേലൂയ. ആ ഇസ്രയേലിലെ മുഴുവൻ കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയെന്നാലും ഹല്ലേലൂയ, മോശയെ ഒരു വെള്ളത്തിലൂടെ വലിച്ചെടുക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിഞ്ഞതുപോലെ ആ ഉപകരണം ഇട്ടുകൊണ്ട് എൻ്റെ അമ്മ 1.5 വർഷം എന്നെ എടുത്തുകൊണ്ട് നടന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഇതൊക്കെ ഞാൻ വിശദമായിട്ട് പറയുന്നത്, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നെങ്കിൽ, മരണകരമായ അനുഭവത്തിലൂടെ കടന്നുപോയെന്നാലും ജീവിപ്പിക്കുന്ന, നിങ്ങളെ കൈവിടാത്ത ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതിന് വലിയ സാക്ഷ്യമായി ഇരിക്കുന്ന ഞാൻ, മണ്ണിനടിയിൽ എന്നെ അമർത്തിക്കളയാൻ ശ്രമിച്ചാലും, എൻ്റെ ശരീരത്തെ മുഴുവൻ തളർത്തുവാൻ ശ്രമിച്ചാലും, എൻ്റെ ദൈവം ജീവിപ്പിക്കുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അതിന് അങ്ങനെ വിടുവിക്കുവാൻ മതിയായവനാണ്. സ്തോത്രം. ഞാൻ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ബാല്യത്തിലൂടെ കടന്നു പോവുക. നമ്മൾ സാധാരണഗതിയിൽ ഒരു ക്രിസ്ത്യൻ ഭവനത്തിൽ എന്നതുപോലെ സൺഡേ സ്കൂള്, VBS, ഗായക സംഘം, യുവജന പ്രസ്ഥാനം, ഇങ്ങനെ വളരെ ദൈവത്തോട് അടുത്ത് തന്നെയാണ് ഞങ്ങൾ ജീവിച്ചത്. വീട്ടിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ പിതാവ് ഞങ്ങളെ ഒരുമിച്ച് വിളിക്ക്, ഞങ്ങൾ ഒരുമിച്ച് മുട്ടുകുത്തി നിന്ന് പിതാവ് പാടുന്ന ഒരു പാട്ടാണ്, നീതിമാന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു. കണ്ണുനീരോടെ ഞങ്ങൾ ഒരുമിച്ച് ആ പാട്ടുപാടി അപ്പം പ്രാർത്ഥിക്കും. ഞങ്ങളുടെ വിഷയത്തിന് ദൈവം മറുപടി തരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ദൈവത്തോട് അടുത്ത ബന്ധത്തിൽ വളർന്നു. പക്ഷേ ഈ ശത്രു ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. 5ാം ക്ലാസ്സിലെ പരീക്ഷ വർഷാവസാന കാലത്ത് പരീക്ഷ എഴുതിക്കാതെ കടുത്ത ടൈഫോയിഡ്, ഡോക്ടേഴ്സിനൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ അനുഭവം. ആ ടൈഫോയിഡിനാൽ ഞാൻ ഭാരപ്പെട്ടു. ദൈവം അവിടെയും വിടുവിച്ചു. പിന്നെ ന്യൂമോണിയ, 5ാം പനി, മഞ്ഞപ്പിത്തം, ആ ബാല്യ കൗമാര കാലങ്ങളിലൊക്കെ ഈ രോഗങ്ങൾ ഉണ്ടായിരുന്നാലും 5ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷ എഴുതിയില്ലെങ്കിലും ഞാൻ പഠിക്കാൻ അതിസമർത്ഥയായിരുന്നു. എനിക്ക് എല്ലാ ക്ലാസ്സുകളിലും ഉയർന്ന വിജയം ദൈവം തന്നു. ഒരുപാട് കഴിവുകൾ, നൃത്തം ചെയ്യാന്, കവിത എഴുതാൻ, അങ്ങനെ ഒരുപാട് കഴിവുകൾ എനിക്ക് ദൈവം തന്നിരുന്നു. നന്ദിയോടെ സ്തോത്രം. പലപ്പോഴും ഞാൻ ദൈവമുമ്പാകെ ഭയപ്പെടുന്നുണ്ട്. 1 താലന്ത് കിട്ടിയവൻ 1 നേടിയാൽ മതി, 5 താലന്ത് കിട്ടിയവന് 5ഉം കൂടെ നേടണമെന്ന കർത്താവിന്റെ ഹിതം. അതിനനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയുമോ? പലപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. 13ാമത്തെ വയസ്സിലാണ് ഒരു സൺഡേ സ്കൂളിന്റെ ഒരു ആനുവൽ മീറ്റിംഗിലാണ് കർത്താവിനെ രക്ഷകനും കർത്താവുമായി ഞാൻ പൂർണ്ണമായി സ്വീകരിക്കുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ സഭയിലൊക്കെ നന്നായിട്ട് വചനം പഠിപ്പിക്കുന്നതാണ്. എന്നിരുന്നാലും ഈ 13ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടെങ്കിലും കൂടുതൽ അതിനപ്പുറത്തുള്ള ഒരു പടിയിലേക്ക് പോകുവാൻ കഴിഞ്ഞില്ല. നന്നായി വചനം വായിക്കും. പലപ്പോഴും യൗവന പ്രായത്തിൽ ദൈവം പ്രാർത്ഥനാ വരം എനിക്ക് തന്നിരുന്നു. പ്രാർത്ഥനയിലൂടെ ശക്തമായി ദൈവത്തോട് ഇടപെടുവാൻ സഹായിച്ചിരുന്നു. അന്ന് കൺവെൻഷൻ നടത്തുമ്പോഴൊക്കെയും അച്ഛൻ എന്നോട് നേരത്തെ പറയും, സനില പ്രാർത്ഥിക്കണം കേട്ടോ എന്ന്. ശക്തമായിട്ട് ദൈവ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിരുന്നു. ഞങ്ങളുടെ യൂത്ത് കോൺഫറൻസിൽ ആ സമയത്ത് ഒരു 18ാമത്തെ വയസ്സിൽ മഹായിടവകയുടെ യുവജനത്തിൻ നേതാവിന്റെ അല്ലെങ്കിൽ ആ ഓർഗനൈസിംഗ് സെക്രട്ടറി എന്നുള്ള പദവിയിലേക്ക് ദൈവം എന്നെ ഉയർത്തി. ഏതൊക്കെ നിലകളിൽ ഒരു പെൺകുട്ടിക്ക് ഉയരാമോ സഭാപ്രവർത്തനങ്ങൾ, അതിലേക്കൊക്കെ ദൈവം എന്നെ നടത്തി. പോയ ഇടത്തൊക്കെ നല്ല ഒരു പ്രാർത്ഥന ദൈവം സഹായിച്ചു. നന്ദിയോടെ സ്തോത്രം. ഒന്നും പുകഴാനായിട്ട് എനിക്കില്ല. എപ്പോഴും ഞാൻ ഇത് പറയുന്നത്, ഞാനൊരു സാധാരണക്കാരിയാണ്. ദൈവത്തിന് എന്നെ ഉയർത്താൻ കഴിയുമ്പോൾ കഴിഞ്ഞെങ്കിൽ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയെയും
അതിശക്തമായി, അതിശയകരമായി, അത്ഭുതകരമായി ഉപയോഗിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. ഈ സമയങ്ങളിൽ തന്നെ എൻ്റെ ആത്മീയ വളർച്ചയിൽ സഹായിച്ച ഒരു കുടുംബമാണ് എൻ്റെ അമ്മയുടെ മൂത്ത സഹോദരിയും കുടുംബവും. അവരെ കട്ടപ്പനയിലാണ് താമസം. അവിടെ ഞാൻ എല്ലാ അവധിക്കാലത്തും പോകും. അവിടെ എപ്പോഴും ഉപവാസ പ്രാർത്ഥനകളുണ്ട്. മാത്രമല്ല 3 ദിവസത്തെ പ്രാർത്ഥനകൾ അവിടെ വെക്കും. അതുപോലെ പള്ളിയില് മുഴുരാത്രി പ്രാർത്ഥന. അന്ന് രാത്രി ചൂട്ടും കത്തിച്ച് ഈ മലയോരങ്ങളിലൂടെ ഞങ്ങൾ ഒരുമിച്ച് കുടുംബങ്ങളായിട്ട് പോകും. അതൊന്നും ചേർത്തി മറക്കാനാവാത്ത അനുഭവമാ. അവിടെ ആ പ്രാർത്ഥനയും വചനവും ഒക്കെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള ആ അടുപ്പം ദൃഢമാക്കുവാൻ എന്നെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ യുവജന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട സഭയില് പോയി വചനം പറയുവാനും സഭകളിൽ പോകുവാനും ഒക്കെ ദൈവം, മീറ്റിങ്ങുകളിൽ പ്രസംഗിക്കുവാനൊക്കെ ദൈവം അവസരം തന്നു. ഡിഗ്രി BSc പാസ്സായതിനു ശേഷം B.Edന് ചേരണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോൾ 2-3 മാസത്തെ സമയമുണ്ടല്ലോ. കട്ടപ്പനയിൽ തന്നെ എൻ്റെ മാതൃ സഹോദരി പുത്രൻ ഒരു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. അവിടെ പോയി ആ കാലഘട്ടങ്ങൾ ടൈപ്പും ഷോർട്ട് ഹാൻഡും എല്ലാവരും പഠിക്കുന്ന പോലെ അവിടെ പോയി. പക്ഷെ അവിടെ വെച്ച് വീണ്ടും ഈ പോളിയോ എന്നെ ആക്രമിച്ചു. എൻ്റെ വലത്തെ കാല് വീണ്ടും തളർന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ വീട്ടിലേക്ക് മടങ്ങാനായിട്ടിടയായി. എൻ്റെ വലത്തെ കാല് ഒട്ടും നിലത്ത് കുത്താനാവാതെ, ആരുടെയെങ്കിലും സഹായമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ഒരു അനുഭവത്തിലേക്ക് വീണ്ടും മാറി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആദിയില് യഹോവയായ ദൈവം പറഞ്ഞു, അവൻ നിന്റെ കുതികാൽ തകർക്കുമെന്ന്. എപ്പോഴും എൻ്റെ വലത്തുവശത്തോടാണ് പിശാച പോരാടിക്കുന്നത്. മുമ്പോട്ട് നമ്മളെ ഒരു ചുവട് വെക്കുവാൻ കഴിയാത്ത വിധത്തിൽ എങ്ങനെ നമ്മളെ തകർത്ത് കളയാം നോക്കുന്ന പിശാച് ഒരു വശത്തെങ്കിൽ, മറുവശത്ത് വീര്യമുള്ള ഭുജം കൈയാൽ നമ്മെ പിടിച്ചിരിക്കുന്ന ഒരു കർത്താവുള്ളത് കൊണ്ട് സ്തോത്രം. ആ 21ാമത്തെ വയസ്സില് ഒരു പെൺകുട്ടി കിടക്കയില് തളർന്ന് കിടക്കുകയാണ്. അനേകര് കാണാൻ വരും. എൻ്റെ അധ്യാപികമാർ എൻ്റെ അടുക്കൽ വന്ന് കരയുന്നത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഇവളെയും കൊണ്ട് എന്നെ ചെയ്യാൻ പറ്റും? പക്ഷെ ആ സമയത്താണ് B.Edന് ഞാൻ അഡ്മിഷന് വേണ്ടി അപേക്ഷിക്കുന്നത്. എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടില്ല. എന്നാൽ ഈ ദിവസങ്ങളിലെല്ലാം വളരെ ആയുർവേദ ട്രീറ്റ്മെന്റുകൾ എനിക്ക് ചെയ്തുകൊണ്ടിരുന്നു. ശരീരത്തിലേക്ക് മരുന്നുകള്, ഈ മുട്ടയുടെ വെള്ളയും അതേപോലെ കാഞ്ഞിരത്തിന്റെ വേരും ഒക്കെ അരച്ച് ഇത് ശരീരത്തിലോട്ടിടും. ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുക, ആർക്കും കയറാൻ പറ്റാതെ. ആരെങ്കിലും വരുമ്പോൾ ഷീറ്റ് പുറത്തിട്ടാല് അത് പിന്നീട് വലിച്ചു മാറ്റുമ്പോൾ ഉണ്ടാകുന്ന വേദന, ഓരോ രോമകൂപങ്ങളിലൂടെയും കിനിഞ്ഞിറങ്ങുന്ന വേദനയുടെ അനുഭവം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച വേദനകൾക്ക് കണക്കില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതൊന്നും എൻ്റെ പ്രാണനാഥൻ കാൽവരിയില് അവന്റെ ശരീരം കണ്ണമായി നുറുക്കപ്പെട്ടപ്പോൾ, ചാട്ടവാർ അടിയേറ്റ് അവന്റെ ശരീരം പിളർന്നപ്പോൾ എനിക്ക് വേണ്ടി അനുഭവിച്ച വേദനയുടെ ഒരംശം പോലും ആയിട്ടില്ല എന്ന് എനിക്കറിയാം. അതിന്റെ ഒരു ഭാഗം അനുഭവിച്ച് അവന്റെ സ്നേഹത്തിന്റെ ആഴം എത്രയാണെന്ന് രുചിച്ചറിയുവാൻ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ വീട്ടിൽ പ്രാർത്ഥനകൾ നടന്നു. 3 മാസത്തോളം ഞാൻ കിടക്കയിലായിരുന്നു. ആ സമയത്ത് ഒരു ദേവദാസനും കൂട്ടുകാരും ചേർന്ന് വീട്ടിൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയുടെ അവസാനം ദേവദാസൻ എന്നോട് പറഞ്ഞു, മോളെ നീ എഴുന്നേറ്റ് നടക്ക്. ഞാൻ വിശ്വാസത്താൽ എഴുന്നേറ്റു. എൻ്റെ ചുവടുകൾ വെച്ചു, 3 ചുവടുകൾ വെച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ദൈവം എന്നെ പൂർണ്ണമായിട്ടും സൗഖ്യമാക്കി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വീണ്ടും എനിക്ക് ആ സമയത്ത് B.Edന് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലും അവിടെയും ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു. ആ സമയത്ത് ആരോ കേസ് കൊടുത്തിട്ട് അഡ്മിഷൻ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ 5 കുട്ടികൾ കൂടെ അഡ്മിഷൻ കൊടുക്കുവാനായിട്ട് കോർട്ട് ഓർഡർ വന്നു. ആ 5ാമത്തെ ആള് ഞാനായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. 1 വർഷം കൊണ്ട് എല്ലാവരും B.Ed പാസ്സായ സ്ഥാനത്ത് ദൈവം എനിക്ക് വെറും 6 മാസം കൊണ്ട് B.Ed ഉയർന്ന നിലയിൽ പാസ്സാകുവാൻ ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു നർത്തകിയായിരുന്നെന്ന് പറഞ്ഞല്ലോ. അന്ന് അവിടെ 25ാം സിൽവർ ജൂബിലി വാർഷികത്തില് നാടകം അഭിനയിക്കുവാന്, ടിക്കറ്റ് വെച്ച് ഡാൻസ്, ഭരതനാട്യം കളിക്കുവാനൊക്കെ എനിക്ക്
എനിക്ക് അവസരമുണ്ടായപ്പോൾ എന്റെ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു, മോളെ നിനക്ക് അഡ്മിഷൻ തന്നില്ലായിരുന്നെങ്കിൽ ഈ കോളേജിന് വലിയ നഷ്ടമായി പോയേനെയല്ലോ എന്ന്. ദൈവത്തിന് സ്തോത്രം, എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഈ പ്രതികൂലങ്ങളെ, സാത്താൻ നമുക്കെതിരുന്ന പ്രതികൂലങ്ങളെ അനുകൂലമാക്കി തീർക്കുവാൻ എന്റെ കർത്താവിന് കഴിയും. നമ്മളെ ഉയർത്തുവാൻ, മാനിക്കുവാൻ കർത്താവിന് കഴിയും. നന്ദിയോടെ സ്തോത്രം. ഞാൻ ആദ്യമായി 21 വയസ്സ് BEd പാസ്സായ ഉടൻ തന്നെ ഞങ്ങളുടെ കോട്ടയത്തെ ബേക്കർ മെമ്മോറിയലിന്റെ LP സ്കൂളിൽ അധ്യാപികയായി ചേർന്നു. ആ സ്കൂൾ മറക്കാനായിട്ടൊക്കത്തില്ല. അധ്യാപന ജീവിതത്തിന്റെ മാതൃക എനിക്ക് അവിടെ നിന്നും ലഭിക്കും. കാരണം അത് മിഷണറി മദാമ്മമാര് സ്ഥാപിച്ച സ്കൂളാ. അവരുടെ ആ അച്ചടക്കം, ചിട്ടകള്, അതെല്ലാം അവിടുത്തെ അധ്യാപകർ തുടർന്നിരുന്നു. ആ അധ്യാപികമാരുടെ ശിക്ഷണത്തിൽ ഒരു നല്ല അധ്യാപികയായി തീരുവാൻ എനിക്ക് കഴിഞ്ഞു. അത് മാത്രവുമല്ല, അതൊരു മിഷൻ കോമ്പൗണ്ട് ആണ്. കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ സ്ത്രീകൾക്ക് ആദ്യമായിട്ട് സ്ത്രീ വിദ്യാലയം ഉണ്ടായത് അവിടെയാണ്. അതുകൊണ്ട് ഒരു മിഷണറി ആകണമെന്നുള്ള ഒരു മോഹം എൻ്റെ ഹൃദയത്തിൽ തന്നത് ആ കോമ്പൗണ്ടാണ്. ആ കോമ്പൗണ്ടിനെ ഞാൻ നന്ദിയോടെ ഇന്നും ഓർക്കുന്നു. അവിടെ എല്ലാ വർഷവും മഹായിടവ കൺവെൻഷൻ നടക്കുമ്പോൾ അവിടുത്തെ ഒരുക്ക പ്രാർത്ഥനയിലെ പ്രധാന അംഗമായിരുന്നു ഞാൻ. ഒരാഴ്ച മുമ്പേ ഒരുക്ക പ്രാർത്ഥന തുടങ്ങും. എല്ലാ ദിവസവും ഞാൻ അതിൽ പങ്കെടുക്കും. അതിനുശേഷം കൺവെൻഷൻ നടക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന നടക്കും. കൺവെൻഷനും കേട്ടിട്ടാണ് ഭവനത്തിൽ മടങ്ങിയിരുന്നത്. ദൈവത്തിന് സ്തോത്രം. അന്ന് ആശ്രമത്തിലെ മദർ എന്നെ ബദേൽ ആശ്രമത്തിലേക്ക് ചേരുവാനായിട്ട് എന്നെ ക്ഷണിച്ചു. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആന്ധ്ര മിഷൻ, യുവജനങ്ങളുടെ മിഷൻ ആയിരുന്ന ആന്ധ്ര മിഷനിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി അങ്ങനെ ദൂര സ്ഥലങ്ങളിലേക്കൊന്നും വീട്ടിൽ നിന്ന് വിടുന്ന പതിവില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ വീട്ടുകാർ അതിന് സമ്മതിച്ചില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ അറിഞ്ഞ ദൈവം പിന്നീട് വയസ്സ് കുറെ ആയപ്പോൾ ഒരു മിഷനറി ആക്കി മിഷൻ വയലിൻ എന്നെ അയച്ച എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 1992 ഞങ്ങളുടെ വിവാഹം നടന്നത്. അത് ദേവദാസൻ പറഞ്ഞല്ലോ. അന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെന്നെ കാണാൻ വരുന്നത്. അതൊരു ഞായറാഴ്ചയായിരുന്നു. അന്ന് രാവിലെ പള്ളിയിലെ വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്ക് ഞാൻ മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്കൊരു ഡിമാൻഡുമില്ല. അങ്ങേക്ക് ഹിതമാണെങ്കിൽ മാത്രം, അങ്ങ് എനിക്ക് വേണ്ടി തെരഞ്ഞെടുത്തതാണെങ്കിൽ മാത്രം ഇത് നടക്കണേന്ന്. അങ്ങനെയാണ് കർത്താവ് ഞങ്ങളുടെ ഈ വിവാഹം നടത്തിയത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും അമൂല്യമായ ദാനമായി എൻ്റെ കർത്താവിന്റെ ദാസൻ പ്രിയ ഭർത്താവിനെ ഞാൻ കാണുന്നു. അതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങള് അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയുള്ള ഒരു കുടുംബത്തിലേക്ക് ദൈവം എന്നെ അയച്ചു. എൻ്റെ ജീവിതത്തിൽ തുടർന്നങ്ങോട്ട് എനിക്ക് വന്ന കഷ്ടതകളെ മനസ്സിലാക്കുമ്പോൾ സഹനത്തോടെ എന്നെ ശുശ്രൂഷിക്കുന്ന, ഇന്നും ഞാൻ ജീവിച്ചിരിക്കുന്നത് എൻ്റെ കൃത്യമായി എനിക്ക് മരുന്ന് സമയങ്ങളിൽ ഓർപ്പിച്ചു തന്ന, എൻ്റെ ആരോഗ്യത്തെ ശ്രദ്ധിച്ച് എവിടെ പ്രസംഗിക്കാൻ പോകണമെങ്കിലും എന്നെ അയച്ച്, എന്നെ പഠിപ്പിക്കാൻ വൈദിക വിദ്യാഭ്യാസത്തിനുമൊക്കെ വളരെ താല്പര്യത്തോടെ എന്നെ അയച്ചെന്നെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ ജീവിത പങ്കാളിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ അവിടെയും എനിക്കൊരു കാര്യം എന്നെ കേൾക്കുന്നവരോട് പറയാനായിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വിവാഹം ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ദൈവഹിതത്തിന് ഏൽപ്പിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായത് എൻ്റെ ദൈവം നമുക്ക് തരും. ഞങ്ങളുടെ ശുശ്രൂഷയുടെ വിജയം എന്ന് പറയുന്നത് ഞങ്ങളുടെ മാനസിക ഐക്യമാണ്, കർത്താവിലുള്ള ഞങ്ങളുടെ സ്നേഹമാണ്. ഒരുമിച്ചുള്ള എല്ലാ വിഷയങ്ങളും പരസ്പരം പങ്കുവെച്ച് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരനുഭവമാണ്. ഉപവസിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ് ഉപവസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ആ ഒരു വലിയ കൃപ, അത് ദൈവത്തിന്റെ ഒരു വലിയ കൃപ തന്നെയാ. അത് ദൈവം തന്നതാ. ദൈവത്തിന് കോടാനുകോടി സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. 2001 നവംബറിലാണ് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച ആ സംഭവം ഉണ്ടായത്. ദൈവത്തിന് വീണ്ടും ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങൾ രാവിലെ നവംബർ 26 രാവിലെ സ്കൂളിലേക്ക് പോവുക. എനിക്ക് കൃത്യസമയത്ത് സ്കൂളിൽ പോകണമെന്ന് വളരെ നിർബന്ധമുണ്ട്. ആ ബസ്സിൽ കയറി ഞാൻ ആ സ്കൂളിന്റെ വാതിക്കൽ ഇറങ്ങിയപ്പോൾ
അവിടെ കുറച്ച് വിറക് കഷ്ണം കൂട്ടിയിട്ടിരുന്നു. അതേ തട്ടിയാണ് ഞാൻ വണ്ടിയുടെ അടിയിലോട്ട് വീണു. പക്ഷെ പുറകെ ഇറങ്ങിയ എന്റെ കുട്ടികള് അവര് നിലവിളിച്ചു, ടീച്ചർ വീണു, വണ്ടി എടുക്കല്ലേ എന്ന്. സ്റ്റാർട്ട് ചെയ്ത വണ്ടി നിർത്തിയത് കൊണ്ട് വണ്ടി ചക്രങ്ങൾ കയറാതെ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ എന്റെ കാലിന് ചെറിയൊരു മുറിവേ ഉണ്ടായിരുന്നുള്ളൂ. അധ്യാപകർ എന്നെ ആ മിഷൻ കോമ്പൗണ്ടിൽ തന്നെയുള്ള, അന്ന് ഞാൻ പള്ളത്ത് തന്നെയുള്ളൊരു ഞങ്ങളുടെ സ്കൂളിലാണ് അധ്യാപികയാകുന്നത്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കോമ്പൗണ്ടിൽ തന്നെയുള്ള മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെറ്റനസിന് ഇഞ്ചക്ഷൻ എടുത്തു. എന്നാല് ദൈവനാമത്തിന് മഹത്വം. ഞാൻ ഒരു വാക്യം ഇതിനിടയിൽ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ വായിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാമത്തെ അധ്യായത്തിലെ 17 മുതലുള്ള വാക്യങ്ങള്. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കൈപ്പായത് ഭവിച്ചു, എങ്കിലും നീ എന്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എന്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്നും സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല, മരണം നിന്നെ വാഴ്ത്തുന്നില്ല, കുഴിയിൽ ഇറങ്ങുന്നവർ നിന്റെ വിശ്വസ്തതയെ പ്രത്യാശിക്കുന്നതുമില്ല. ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കും. അപ്പൻ മക്കളോട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും. ഹല്ലേലൂയ. ഈ ഒരു അനുഭവത്തിലൂടെ ഈ ദിവസങ്ങളിൽ ഞങ്ങള് നടക്കുകയായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ ടെറ്റനസിനെടുത്ത ഇഞ്ചക്ഷൻ അത് സെപ്റ്റിക്കായി 5 സെന്റിമീറ്ററോളം എന്റെ വലത്തെ കാലിന് മുകളില് ബട്ടക്സിലാണ് ആ ഇഞ്ചക്ഷൻ എടുത്തത്. 5 സെന്റിമീറ്ററോളം പഴുത്ത ആഴത്തില് ഒരു വലിയ കുഴി പോലെ ആയിപ്പോയി. ആദ്യം ഡോക്ടറെ കൊണ്ട് കാണിച്ചെങ്കിലും അവരത് വലിയ കാര്യമായിട്ട് എടുത്തില്ല, മരുന്നുകൾ തന്നു. അങ്ങനെ ഒരാഴ്ച അങ്ങനെ പോയത് കൊണ്ട് ഈ മുറിവ് ആഴത്തിലേക്ക് പൊക്കൊണ്ടിരുന്നു. ഡിസംബർ ആദ്യത്തെ ആഴ്ചയില് ഞാൻ കോട്ടയത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. അവിടെ ചെല്ലുമ്പോൾ തന്നെ വലിയ ശ്വാസമുള്ളതാണ്. എനിക്ക് ശ്വാസം കിട്ടാത്ത, ഓക്സിജൻ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് തന്നെ എന്നെ ICUയിലേക്ക് മാറ്റി. എന്റെ ശരീരത്തിൽ നിന്ന് വലിയൊരു സിറിഞ്ച് നിറയെ പഴുപ്പ് പുറത്തെടുത്തു. പെട്ടെന്ന് എന്റെ ശരീരമൊക്കെ നീല നിറമായി. എന്റെ ശരീരം മുഴുവൻ ഈ വിഷാണു ബാധിച്ചു. സെപ്റ്റിസീമിയ ആണെന്ന് ഡോക്ടർ കർത്താവിന്റെ ദാസനോട് പറഞ്ഞു. അവര് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. ഈ ലോകത്തിന്റെ വൈദ്യന്മാർ എന്നെ ഉപേക്ഷിച്ചു. പ്രിയമുള്ള ദേവദാസനെ, ഹല്ലേലൂയ, എന്റെ ശരീരം ജീവനോടും മരണത്തോടും മല്ലിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ അബോധാവസ്ഥയിലാണ്. അച്ചാച്ചനോട് ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാനായിട്ടില്ല, നിങ്ങളെ ദൈവത്തോട് പ്രാർത്ഥിക്കാനെന്ന്. ദൈവത്തിനു മഹത്വം. പെട്ടെന്ന് ഹോസ്പിറ്റലില് എന്റെ ശരീരം എന്നിൽ നിന്ന് എന്റെ ആത്മാവ് വേർപെടുന്നത് ഞാൻ മനസ്സിലാക്കി. ഞാൻ എന്റെ ശരീരം കാണുന്നില്ല, ഞാനൊരു ആത്മരൂപം, വെളുത്ത വസ്ത്രം പോലെ എന്തോ എന്ന് എന്റെ ശരീരത്തിലുണ്ട്. എനിക്കൊരു തൂവലിന്റെ ഭാരമേ ഉള്ളൂ. മെല്ലെ ഞാൻ ഉയരാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ ഉയർന്നു ചെല്ലുന്നത് എന്റെ ചുറ്റും സ്വർണ്ണ നിറമുള്ള മേഘങ്ങളാണ്. ആ മേഘങ്ങൾക്കിടയിലൂടെ ഞാൻ സഞ്ചരിക്കുകയാണ്, പറന്നങ്ങനെ പോവുകയാണ്. ഞാൻ മനസ്സിലാക്കി ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പെട്ടെന്ന് എന്റെ കുഞ്ഞുങ്ങള്, മൂത്തവൻ 1-ാം ക്ലാസ്സിലും ഇളയവൻ LKGയിലും പഠിക്കുന്നു. ഞാൻ എന്റെ കർത്താവിന്റെ ദാസൻ പ്രിയപ്പെട്ടവനെ ഓർത്തു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, അച്ചാച്ചനും കുഞ്ഞുങ്ങൾക്കും എന്നെ കൊണ്ട് ഒരു ആവശ്യമില്ലയോ എന്ന്. അടുത്ത ചോദ്യം ഞാൻ കണ്ടത് എന്റെ സ്കൂളിന്റെ അസംബ്ലിയിൽ നിരന്നു നിൽക്കുന്ന എന്റെ കുട്ടികളെയാണ്. എല്ലാ തിങ്കളാഴ്ചയും ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു മോറൽ ക്ലാസ് എടുക്കും. പ്രധാനമായിട്ടും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങള്. അപ്പോൾ അതിനെതിരെ ഒരു സംഘടന ഉണ്ടാക്കി. ലഹരി വിരുദ്ധ വിദ്യാർത്ഥി യൂണിയൻ എന്നൊരു സംഘടന ഉണ്ടാക്കി ഞാൻ കുഞ്ഞുങ്ങളെ അതിൽ ചേർത്ത് പ്രത്യേകം ക്ലാസ്സുകൾ എടുത്തിരുന്നു. ആ അസംബ്ലിയിൽ നിരന്ന് യൂണിഫോം ഇട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഈ കുഞ്ഞുങ്ങൾക്ക് ആർക്കും എന്നെ കൊണ്ട് ഒരു ആവശ്യമില്ലയോ എന്ന്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പക്ഷേ ദൈവത്തെ ഞാൻ കണ്ടില്ല. ദൈവം എനിക്ക് മറുപടി തന്നില്ല. ഈ സംഭവം നടക്കുന്നതിന് കൃത്യം 1 വർഷം മുമ്പ് ഞാൻ ഒരു സ്വപ്നം കണ്ടിരുന്നു. അത് ഈ നവംബറിൽ തന്നെ
രാത്രിയിൽ സ്വപ്നത്തിൽ ഞാൻ കണ്ടത് ഇതുപോലെ വെള്ള വസ്ത്രധാരിയായി ഞാൻ ഇങ്ങനെ ഉയരത്തിലൂടെ നേരെ പറന്നു പോവുക. എനിക്ക് താഴെ കനത്ത കൂരിരുട്ട്, മുകളിൽ ഭയങ്കര പ്രകാശമുള്ള മേഘങ്ങൾ. അങ്ങനെ ഞാൻ ചെന്ന് നിൽക്കുന്നത് മനോഹരമായി പ്രകാശിക്കുന്ന ഒരു കുന്നിന്റെ താഴ്വാരത്തില. ആ കുന്ന് ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുമ്പോഴും എൻ്റെ കണ്ണിന്റെ മുൻപിലുണ്ട്. ഹല്ലേലൂയ. ആ കുന്ന് മനോഹരമായ പൂക്കളാൽ നിറഞ്ഞിരിക്കുക. ലോകത്തിൽ അന്നുവരെ ഞാൻ കാണാത്ത, എൻ്റെ കണ്ണിന് മുമ്പിൽ ഇതുവരെ കാണാൻ കഴിയാത്ത ഒരുപാട് ഉദ്യാനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഒരിക്കലും കാണാൻ കഴിയാത്ത ഒരു മനോഹരമായ പൂന്തോട്ടം ആ കുന്ന് നിറയെ. കത്തി ജ്വലിക്കുന്ന അനേക സൂര്യന്മാർ ഒന്നിച്ചു നിൽക്കുന്ന പ്രകാശമാ. ഗോവണിയിൽ കൂടെ ദൈവദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഞാൻ കണ്ടു. ആ കുന്നിന്റെ മുകളിലേക്ക് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ യേശു കർത്താവ് എൻ്റെ പ്രാണപ്രിയൻ വിരിച്ച കൈകളുമായി എന്നെ വിളിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ദൈവത്തിന് സ്തോത്രം. രാവിലെ ഞാൻ ഈ വിവരം പ്രിയപ്പെട്ടവനോട് പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കി. കർത്താവിന് 33.5 വയസ്സ് വരെ ഉണ്ടായിരുന്നുള്ളൂ, തനിക്ക് ഏതായാലും ഇപ്പൊ 37 വയസ്സ് ആകുന്നതേ ഉള്ളല്ലോ, അത്രയും കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. കാരണം അത് നിസ്സാരമായി തള്ളി, അല്ലെങ്കിൽ എൻ്റെ ഉള്ളില് അങ്ങനെയുള്ള ഒരു ചിന്ത, മരണത്തെക്കുറിച്ച് ഒരു ചിന്ത വരാതിരിക്കാനായിരിക്കാം ഒരു പക്ഷെ അങ്ങനെ അത് നിസ്സാരമാക്കി തള്ളിയത്. പിന്നീടാണ് കർത്താവ് എനിക്ക് അത് മനസ്സിലാക്കി തന്നതായിരുന്നു എന്ന് മനസ്സിലായത്. അങ്ങനെ ആ ഹോസ്പിറ്റലിലെ മരണവുമായിട്ട് മല്ലിട്ട് കണ്ടു. അങ്ങനെ തിരിച്ചു ഞാൻ വരുമ്പോൾ അതേ സമയം തന്നെ കർത്താവിന്റെ ദാസന് റൂമില് ഡോക്ടർ പറഞ്ഞത് കേട്ട് വളരെ സങ്കടത്തോടെ ദൈവസന്നിധിയിൽ മുട്ടേ നിൽക്കായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചു, കർത്താവെ, സല്ലയുടെ ജീവൻ തിരിച്ചു തന്നാൽ ഞങ്ങൾ കുടുംബമായി ദൈവവേലയ്ക്കായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കാമെന്ന്. ദൈവം പ്രാർത്ഥന കേട്ടു, ദൈവ ശബ്ദം കേട്ടു. ഈ ഭയപ്പെടേണ്ട മകനെ, ഇത് നിന്റെ വിശ്വാസത്തിന്റെ ശോധനയാ, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ള ആ ദൈവ ശബ്ദം അദ്ദേഹത്തെ ഉറപ്പിച്ചു. അങ്ങനെയാണ് കുടുംബമായി ഞങ്ങൾ സമർപ്പിക്കപ്പെട്ടത്. ഒരാഴ്ചയോളം ഞാൻ ICUവിൽ കിടന്നു. അന്ന് തന്നെ എൻ്റെ അടുത്ത് കിടന്ന ഒരു പ്രായമായ വൃദ്ധൻ മരിക്കുകയും ചെയ്തു. ഞാൻ വിചാരിക്കുന്നു, ഒരു പക്ഷെ കർത്താവ് എൻ്റെ ജീവനെ തിരിച്ചു തന്നപ്പോൾ കണക്ക് തേക്കാനാണോ, എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ബാലിശമായ ചിന്തയാകാം. ഒരു മരണം അവിടെ നടന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അത് കഴിഞ്ഞ് എന്നെ റൂമിലേക്ക് മാറ്റിയെങ്കിലും എനിക്ക് ഓക്സിജൻ സപ്പോർട്ട് വേണ്ടി വന്നു. എൻ്റെ കട്ടിലിന്റെ അടുക്കൽ വന്നു നിൽക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളുടെ ചിത്രം ഇപ്പോഴും എൻ്റെ മുമ്പിലുണ്ട്. ഭയത്തോടെ അവർ നിൽക്കുന്നത്. കാരണം ഈ ഓക്സിജൻ മാസ്കും ഒക്കെ പിടിപ്പിച്ച് കിടക്കുന്ന അമ്മയെ. മൂത്ത മോന് കുറച്ചറിവുണ്ട്, മറ്റവൻ അറിയത്തില്ല. അവനിങ്ങനെ കുഞ്ഞു കാറുമായിട്ട് എൻ്റെ കട്ടിലിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഞാൻ ഓർത്ത്, കർത്താവെ, ഈ കുഞ്ഞുങ്ങളെ ആര് വളർത്തും? ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് മറുപടി തന്ന എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ 1 മാസത്തോളം ആ ഹോസ്പിറ്റലിൽ ഞാൻ കിടക്കുക. പക്ഷെ എൻ്റെ ശരീരത്തിന് അപ്പോഴും പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. എൻ്റെ ശരീരം അന്ന് BP 40 വരെ താന്ന അവസ്ഥയിലായിരുന്നു. ലോകത്തിൽ ഒരു വ്യക്തി പോലും ജീവിക്കത്തില്ലാത്ത അവസ്ഥയില്ല. ശരീരത്തിന്റെ എല്ലാ സിസ്റ്റമും ഇന്നും റൂമാറ്റിക് ഫീവർ വന്നതുകൊണ്ട് ഹാർട്ടിന്റെ വാൽവ് ലീക്ക് ഉള്ളതാണ് എൻ്റേത്. എൻ്റെ ലങ്സിന് 50% മാത്രമേ അത് വർക്കിംഗ് ഉള്ളൂ. അതിന്റെ കൂടെയാണ് കിഡ്നിക്ക് വന്ന ഡാമേജ്. ശരീരം മുഴുവൻ എല്ലാ അവസ്ഥകളെയും ഈ സെപ്റ്റിസിമിയ ബാധിച്ചിരുന്നു. ശരീരമൊക്കെ അപ്പോഴും വീർത്ത് തന്നെയായി ഇരുന്നത്. എൻ്റെ ശരീരത്തിലേക്ക് ദിവസം തോറും ശക്തിയുള്ള മരുന്നുകളാ തന്നുകൊണ്ടിരുന്നത്. 3 വില കൂടിയ ആന്റിബയോട്ടിക്കുകൾ മാറി മാറി തന്നിരുന്നു. അന്ന് വെല്ലൂർ CMCയിലും എറണാകുളം അമൃതാനന്ദമയിലും വിളിച്ചു ചോദിച്ചിരുന്നെങ്കിലും അവര് പറഞ്ഞത് 3 ദിവസം കഴിയട്ടെ, അന്ന് അത് കഴിഞ്ഞ് ഞങ്ങള് ആംബുലൻസ് അയച്ചു തരാം മെഡിക്കൽ എയ്ഡോട് കൂടിയ. അവർക്കറിയാം 3 ദിവസം വരെ ജീവിച്ചിരിക്കത്തില്ല ഈ കണ്ടീഷനിൽ. അവര് ഡോക്ടറുമായിട്ട് സംസാരിച്ചിരുന്നു. ആശുപത്രി കിടക്കയിൽ നിന്ന് എന്നെ മാറ്റിയാൽ മരണം ഉറപ്പ്. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ദൈവം എന്നെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ആ ആശുപത്രിയിൽ ഞാൻ അനുഭവിച്ച വേദന നമുക്കറിയാം. ഈ മുറിവിനകത്ത് ക്ലീൻ ചെയ്ത് തിരി വെച്ചു വെക്കും. അപ്പൊ ഈ സൂചിയും കത്രികയും ഒക്കെ ഈ മുറിവിൽ നല്ല ദശക്കകത്ത് മുട്ടുമ്പോൾ അതികഠിനമായ വേദനയാ. 81 ദിവസവും ആ ഹിന്ദു
ഡോക്ടറാണ് എൻ്റെ മുറിവ് ക്ലീൻ ചെയ്തത്. ഒരു നഴ്സിനെ പോലും ആ ഡോക്ടർ തൊടിച്ചിട്ടില്ല. ഡോക്ടർ പറയുന്ന എൻ്റെ ജീവിതത്തിൽ ഇത്രയും മരണത്തിൽ നിന്ന് മാറ്റപ്പെട്ട, അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തിരിച്ചു വന്ന ഒരു വ്യക്തിയെ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടില്ലെന്ന് അത്ര വിശ്വസ്തയോടെ ആ ഡോക്ടറെ പോലും ദൈവം ഉപയോഗിച്ചു. ഒരു ദിവസം ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇന്ന് ഇത് അനക്കണ്ട, ആരെ കൊണ്ടും തൊടിയിക്കണ്ട, നാളെ രാവിലെ ഞാൻ വന്ന് ക്ലീൻ ചെയ്തോളാമെന്ന്. അങ്ങനെ വരെ ആ ഡോക്ടറെ ദൈവം ഉപയോഗിച്ചു. നന്ദിയോടെ സ്തോത്രം. ആ സമയത്തൊക്കെ നഴ്സസ് വന്ന് കയ്യില് ബ്ലഡ് എടുക്കാൻ നോക്കിയാല് വെയിൻ കിട്ടത്തില്ല. കാരണം ഇതെല്ലാം റപ്ചറായി പോയിരുന്ന, അതുപോലെ ഇഞ്ചക്ഷനുകൾ മാറി 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 തന്ന് ഓരോ ഗുളിക കഴിക്കുമ്പോഴും സ്തോത്രം പറയുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തി. അതൊരു വലിയ അത്ഭുതമായിരുന്നു. ഈ വേദനയുടെ മധ്യത്തിലും ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം എന്ന് പറയുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. ആഴമേറിയ വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നില്ല അത്. ദൈവം എന്നെ അങ്ങനെ എൻ്റെ വായിലൂടെ പറയിക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റുവാൻ ദൈവം ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമാ. അപ്പോൾ ഞാൻ ഈ റൂമിലേക്ക് കൊണ്ടുവന്നു. എനിക്ക് എഴുന്നേറ്റിരിക്കാമെന്ന അനുഭവത്തില് ഞാൻ വേദപുസ്തകം തുറന്നു. യെശയ്യാ 38:1. ഹിസ്കിയാ രാജാവിന് മരിക്കത്തക്ക രോഗം പിടിപെട്ടു, അവൻ മരിക്കും നിശ്ചയം. പ്രവാചകൻ അവനോട് പറഞ്ഞു, നിന്റെ ഗ്രഹകാര്യങ്ങളിലെ ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും. ഹിസ്കിയാ രാജാവ് തന്റെ മുഖം ചുവരിനോട് ചേർത്ത് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ എൻ്റെ ആയുസ്സിൽ നിനക്ക് വേണ്ടി ചെയ്തത് ഓർക്കണമെന്ന്. ദൈവം അവന്റെ ആയുസ്സില് 15 സംവത്സരം കൂടെ കൂട്ടിക്കൊടുത്തു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുവാൻ തുടങ്ങി. അടുത്ത ദിവസവും ഞാൻ വേദപുസ്തകം തുറന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ആ കാലത്ത് ഹിസ്കിയാ രാവിന് മരിക്കത്തക്ക രോഗം പിടിപെട്ടു. ഈ 2 വേദഭാഗങ്ങളിലൂടെ എനിക്ക് മനസ്സിലായി എൻ്റെ ആയുസ് തീർന്നതായിരുന്നു. എന്നാല് ദൈവം എനിക്കൊരു ബോണസ് ആയുസും കൂടെ തന്നതായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ആ ഹോസ്പിറ്റലില് ഒരു ദിവസം രാത്രിയിൽ എന്നെ മുഴുവൻ സ്വപ്നത്തിലൂടെ ദൈവം നടത്തുകയായിരുന്നു. എന്നെ കെട്ടിയിട്ടിരുന്ന ചില ക്ഷേത്രങ്ങളെ ദൈവം കാണിച്ചു. ഹല്ലേലൂയ. ആ ക്ഷേത്രങ്ങളിലെ കനത്ത കൽത്തൂണുകളിൽ എന്നെ കെട്ടിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്നും ഞാൻ യേശുവിന്റെ രക്തം എന്ന് പറഞ്ഞ് ഞാൻ രക്ഷപ്പെടുകയാണ്. അവിടെ കാണിച്ച രൂപം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ ഉണ്ടായിരുന്ന, ഞാൻ ഏതൊക്കെ അമ്പലങ്ങളിലെ പ്രസാദമാണോ ചെറുപ്പകാലത്ത് തിന്നിരുന്നത്. കാരണം എൻ്റെ ഗ്രാമം, ഞങ്ങളുടെ ചുറ്റും ഹിന്ദു കുടുംബങ്ങളാ. ഞങ്ങളെല്ലാം ഒരു വീട് പോലെ കഴിഞ്ഞിരുന്നവരാ. ഓണത്തിന് ഞങ്ങൾ അവരുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കും. ക്രിസ്മസിനും ഈസ്റ്ററിനും അവര് ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കും. എല്ലാ ക്രിസ്മസിനും ഈസ്റ്ററിനും രാവിലെ തന്നെ അപ്പവും കറിയുമായി എന്നെയാണ് അടുത്ത വീടുകളിലെല്ലാം എൻ്റെ അമ്മ അയച്ചിരുന്നത്. അങ്ങനെ സ്നേഹത്തിലൊരു കുടുംബം. അവര് കൊണ്ടുവന്ന പ്രസാദം വളരെ സ്നേഹത്തോടെ ഞാനും അന്ന് കഴിച്ചിരുന്നു. അന്ന് എനിക്ക് അറിയായ്മയുടെ കാലങ്ങളായിരുന്നു. വിഗ്രഹാർപ്പിതം ഭക്ഷിക്കരുതെന്നുള്ള ആ വലിയ സത്യത്തെ ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ദൈവം ഇതെല്ലാം എന്നെ കാണിച്ചു തന്നു. എന്നിട്ടും പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഞാൻ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ച്, കർത്താവേ, എന്നോട് ക്ഷമിക്കണമെന്ന്. പിന്നീട് ഒരു 93 വയസ്സുള്ള ഒരു ഉപദേശി ദൈവദാസന് ഒരു പ്രാർത്ഥനയ്ക്ക് എന്നെ വിളിച്ചിട്ട് എന്നോട് ഈ വിവരം പറഞ്ഞു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബന്ധനത്തിൽ നിന്നും പൂർണ്ണമായിട്ട് എന്നെ വിടുവിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഈ ഹോസ്പിറ്റലിൽ ഞാൻ ആയിരിക്കുമ്പോൾ കർത്തദാസന്റെ സുഹൃത്ത് പാസ്റ്റർ ബെന്നിഹിനിന്റെ ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്നുള്ള പുസ്തകം എനിക്ക് വായിക്കാൻ തന്നു. ആ പുസ്തകം വായിച്ചതിലൂടെയാണ് പരിശുദ്ധാത്മാവെന്ന ആളത്വത്തെ കുറിച്ച് ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നത്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കണം. എന്നിൽ ഉണ്ടായിരുന്നു ശക്തമായി പരിശുദ്ധാത്മ സാന്നിധ്യത്തിലാണ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. ഞാൻ യൗവനകാലത്ത് തിരുവചനം, സങ്കീർത്തനം വായിക്കുമ്പോൾ എൻ്റെ നാവിൽ തേൻ പോലെ മധുരിച്ചിരുന്ന അനുഭവം
അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ചിലരുടെ വിഷയങ്ങളിൽ കൃത്യമായിട്ട് ദൈവം വെളിപ്പാടുകൾ തന്നിരുന്നു എനിക്ക്. എന്നിരുന്നാലും പരിശുദ്ധാത്മാവുമായിട്ട് വ്യക്തിപരമായിട്ട് സംസാരിക്കുവാൻ കഴിയുമെന്നുള്ള ആ ഒരു വലിയ ബോധ്യം എനിക്ക് മനസ്സിലായതോടെ അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെയും ഞാൻ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചു. രാത്രി ഏതാണ്ട് ഒരു വൈകുന്നേരം 5 മണി തുടങ്ങി ഒരു 8 മണി വരെ ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ടൊന്നും പരിശുദ്ധാത്മാവ് വരുന്നില്ല. ഞാൻ നിലവിളിച്ച്, കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ വിടുകയില്ലെന്നും പറഞ്ഞ് ദൈവത്തോട് ഞാൻ മല്ല് പിടിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു. എൻ്റെ ഉച്ചി മുതൽ ഉള്ളം കാലുവരെ നീ എന്നെ സ്പർശിക്കണമേ എന്ന് ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ കുറവുകളെ മുഴുവൻ ഞാൻ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഞാനൊരു സാധാരണ മനുഷ്യ സ്ത്രീയാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകാവുന്ന തെറ്റുകള് വാക്കുകളിലൂടെ, ചിന്തകളിലൂടെ, പ്രവൃത്തികളിലൂടെയൊക്കെ അനുസരണക്കേട് വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഏറ്റു പറഞ്ഞു. ഹല്ലേലൂയ. പെട്ടെന്ന് ആ മുറിയിലേക്ക് വലിയൊരു പ്രകാശം കടന്നു വന്നു. ഒരു കോടി സൂര്യന്മാർ ഉദിച്ചാലത്തെ അനുഭവം. ഞാൻ മാത്രമേ മുറിയിലുള്ളൂ. ദേവദാസൻ അന്ന് ബാങ്കിൽ അത്യാവശ്യ ജോലി ഉള്ളത് കൊണ്ട് രാത്രിയിലേ വരുള്ളെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത അനുഭവത്തില് ഞാൻ ആയിരിക്കുമ്പോൾ വലിയ പ്രകാശം നിറഞ്ഞിട്ട് അതിനോട് ചേർന്ന് വലിയ കാറ്റ് വരികയാ. ആ കാറ്റ് ഈ ഫാനിന്റെ കാറ്റല്ല, അതൊരു തണുത്ത സ്പർശമാ, ഒരു തള്ളല നമ്മുടെ ശരീരത്തിലൂടെ ഉച്ചി മുതൽ ഉള്ളംകാൽ വരെയും ആ തണുപ്പ് വ്യാപരിക്കുക. എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പുക. ഞാൻ ലോകത്തിൽ അനുഭവിക്കാത്ത സന്തോഷത്തിന്റെ അനുഭവം എന്നിൽ നിറയുക. ആ കട്ടിലൊക്കെ കിടന്ന് ആടാൻ തുടങ്ങിയത് വിറയ്ക്കുക, എന്നെ വിറയ്ക്കുക, അലില പോലെ വിറയ്ക്കുക. പെട്ടെന്ന് 2 കൈകൾ എന്നെ കോരി എടുത്തു. ഞാൻ വായുവിലായിരുന്നു. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്റെ അപ്പൻ എന്നെ സന്ദർശിക്കുവാൻ ഇഷ്ടം തോന്നി. ഹല്ലേലൂയ. ആ വലിയ സന്ദർശനത്തിന്റെ അനുഭവം എന്നിൽ എത്രമാത്രം സന്തോഷം നിറച്ചു എന്നോ. അത് പരിശുദ്ധാത്മാവിന്റെ സന്ദർശനമായിരുന്നു എന്ന് ഞാനന്ന് മനസ്സിലാക്കി. അന്ന് ദേവദാസൻ വന്ന ഉടനെ ഞാൻ വിഷയം പറഞ്ഞു. ആ പുസ്തകം തന്ന അദ്ദേഹം ഒരു ബാങ്കിൽ ജോലി ഉണ്ടെങ്കിലും കർത്താവിന്റെ വേലയിലുമായിരുന്ന ഒരു ദാസനായിരുന്നു. അദ്ദേഹം ഒരു പാസ്റ്ററെ വിളിച്ച് രാവിലെ വന്നു. അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പാസ്റ്റർ എന്നോട് പറഞ്ഞു, സൺലയ്ക്ക് ഒരു ഹീലിംഗ് മിനിസ്ട്രി ഉണ്ട്, മുട്ടിന്മേൽ ബൈബിൾ സ്കൂളിൽ നിൽക്കണം, ആരും പറയുന്നത് കേക്കല്ല, പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടതെല്ലാം ഉപദേശിച്ചു തരുമെന്ന്. അന്ന് രാത്രിയിലും എനിക്ക് വേണ്ട സംശയം, ഞാൻ എൻ്റെ ഭോഷത്വമാ, ഞാൻ പിന്നെയും കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇതൊരു ഹാലൂസിനേഷൻ ആണോ? ഞാൻ കൗൺസിലിംഗ് പഠിച്ചുകൊണ്ട് ഹാലൂസിനേഷൻ എന്നുള്ള അവസ്ഥയെ എനിക്കറിയാം. ഞാൻ ചോദിച്ചു, കർത്താവേ, ഇത് വാസ്തവമാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നീ എന്നെ സന്ദർശിക്കണമെന്ന്. എന്റെ കർത്താവിനോട് മനസ്സലിഞ്ഞു. നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്ന കർത്താവ്, നമ്മുടെ ഹൃദയത്തിന്റെ ചെറിയ ആഗ്രഹങ്ങളെ പോലും അറിയുന്ന കർത്താവ് വീണ്ടും എൻ്റെ അടുക്കലേക്ക് വരിക. അതേപോലെയുള്ള അനുഭവം, വലിയ സാന്നിധ്യം എന്നെ സന്തോഷിപ്പിക്കുക. എന്നിട്ടും വീണ്ടും എനിക്ക് സംശയം. ഞാൻ അടുത്ത ദിവസം വീണ്ടും കർത്താവിനോട് വചനത്തിൽ നിന്ന് ഒരു അടയാളം ചോദിച്ചു. ഞാൻ വേദപുസ്തകം തുറന്നപ്പോൾ ഹെസ്കേൽ 36:26, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, ഞാൻ നിങ്ങൾക്ക് പുതിയൊരാത്മാവിനെ തരും, കല്ലായുള്ള ഹൃദയം നിങ്ങളിൽ നിന്ന് നീക്കി മാംസമായുള്ള ഒരു ഹൃദയം തരും, എൻ്റെ ആത്മാവിനെ നിന്റെ ഉള്ളിലാക്കി എൻ്റെ കൽപ്പനകളിൽ നിങ്ങളെ നടക്കുമാറാക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതൊരു പുതിയ അനുഭവമായിരുന്നു, പുതിയൊരു ജീവിതത്തിന്റെ തുടക്കമായിരുന്നു. ഞങ്ങൾ അതുവരെയുള്ള ജീവിതം മാറുകയായിരുന്നു. ഞങ്ങൾ തിരിച്ചൊരു മാസം കഴിഞ്ഞ് വീട്ടിൽ വന്നു. ആ 2002 ഡിസംബർ 26 ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ഒരു പ്രെയർ ഫെലോഷിപ്പ് നടന്നു. ഞങ്ങളുടെ അടുത്തുള്ള എല്ലാ സഭക്കാരെയും ചേർത്ത് ഒരു ദേവദാസൻ പ്രസംഗിച്ചു. അന്ന് മുതൽ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു, എല്ലാ വെള്ളിയാഴ്ചയും ഒരു പ്രെയർ ഫെലോഷിപ്പ് നടത്തണം. രാത്രി 7 മണി മുതൽ വരെ 9 മണി വരെ. അങ്ങനെ ഞങ്ങള് അത് ആരംഭിച്ചു. ഞങ്ങളുടെ ചുറ്റുപാടും മറ്റ് സഭക്കാരാ ഉള്ളത്. ഞങ്ങള് CSI ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റവരെല്ലാം കുടുംബമായിട്ട്
കുടുംബവുമായിട്ട് വന്നു, കുഞ്ഞുങ്ങളുമായിട്ട് വന്നു. ദൈവം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വളരെ ശക്തമായി അതിലൂടെ ഇടപെടുവാനായിട്ട് തുടങ്ങി. അന്ന് എനിക്ക് വചനമൊന്നും ആഴത്തിൽ അറിയാമായിരുന്നില്ല. കാരണം ഞാൻ അന്നല്ല അതുവരെയും പ്രസംഗിച്ചിരുന്നു, അതെല്ലാം ബുദ്ധിയിലായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ ഈ വചനത്തിലൂടെ എന്നെ നടത്തി. അന്ന് ഒത്തുവാക്യമുള്ള ബൈബിള് കിട്ടുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല, ഇന്നത്തെ സൗകര്യങ്ങളൊന്നും അന്നില്ല. പക്ഷെ ഞാൻ വചനം തുറക്കുമ്പോൾ, താളുകൾ മറിക്കുമ്പോൾ ഈ വാക്യത്തിന്റെ ഒത്തുവാക്യങ്ങള്, ഇണവാക്യങ്ങള്, അതിനോട് ചേർന്ന വേദഭാഗങ്ങള്, അതുവരെ അറിയാത്ത മർമ്മങ്ങളെ കർത്താവ് പരിചയപ്പെടുത്തി. എന്റെ ബാലിശതലേന്റെ അറിവില്ലായ്മയിൽ ആദ്യം ഞാൻ പഠിപ്പിക്കാൻ എടുത്തത് ഈ വെളിപ്പാട് പുസ്തകമായിരുന്നു. പിന്നീടാണ് അതെടുക്കുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച്, പിന്നീട് ആത്മീയമായി വളർന്നപ്പോഴാണ് എന്തൊക്കെയായിരുന്നു ഞാൻ, എത്ര ഒരുക്കം അതിനു വേണ്ടിയിരുന്നു എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഞാൻ പഠിപ്പിക്കാൻ എടുത്തത് വെളിപ്പാട് പുസ്തകമായിരുന്നു. വെളിപ്പാട് പുസ്തകം ആദ്യത്തെ അധ്യായങ്ങളൊന്നും കുഴപ്പമില്ല, അതുവരെ അറിയാത്ത അനേക കാര്യങ്ങൾ നിർത്തി. ഒരു കാര്യമുണ്ടായിരുന്നു, മുട്ടിന്മേൽ ബൈബിൾ സ്കൂളിൽ നിൽക്കണമെന്ന് ആ പാസ്റ്റർ എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ മുട്ടയിൽ 1 മണിക്കൂർ നിന്ന ഈ വചനം പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ബൈബിൾ ക്ലാസ്സുകളിലെ മുട്ടയിൽ നിന്നുകൊണ്ട് ഞാൻ പറയും, ഹല്ലേലൂയ, ഈ വോൾട്ടേജ് ബൾബൊന്നും ശരിക്ക് കത്തത്തില്ല, വോൾട്ടേജ് പോവും, അല്ലെങ്കിൽ കറണ്ട് പോവും, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. പക്ഷെ അത് ഞാൻ തുടർന്നുകൊണ്ടിരുന്നു. കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ എനിക്ക് വല്ലാത്ത ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാൻ തുടങ്ങി. എനിക്ക് എന്താണെന്ന് പറയാൻ അറിയാത്തില്ല. പല ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിച്ചു, MRI എടുത്തു, സ്കാൻ ചെയ്തു, പക്ഷെ ആർക്കും എന്റെ തലച്ചോറിലോ ശരീരത്തിൽ എവിടെയോ ഒരു കുറവും കാണത്തില്ല. പെട്ടെന്ന് എനിക്ക് തോന്നും എന്റെ മുഖം കോടിയെന്ന്, ശരീരത്തിന്റെ ഒരു വശം തളർന്നെന്ന്, എന്റെ മനസ്സാകപ്പാടെ വ്യാകുലപ്പെടാനായിട്ട് തുടങ്ങി. സത്യത്തില് ഞാൻ ഒരു ചെറിയ ഡിപ്രഷനിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് ഞാനൊരു സ്കൂട്ടർ വാങ്ങിച്ചു. സ്കൂട്ടറിനോടുള്ള ഭയമായിരിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞുവെങ്കിലും എനിക്ക് സ്കൂളിൽ പോകുമ്പോഴൊക്കെ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോഴൊക്കെ വലിയ ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ ഫിസീഷ്യന്റെ നിർദ്ദേശപ്രകാരം ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാനിടയായി. അദ്ദേഹം പറഞ്ഞു, ഒന്നും പേടിക്കാനില്ല, ഒരു ചെറിയ ഡിപ്രഷൻ ആണെന്ന്. അപ്പൊ എനിക്ക് വലിയ സങ്കടം തോന്നി. ദൈവമേ, ഞാൻ ഈ ആളുകളോട് എങ്ങനെയാ സൗഖ്യമാക്കുന്ന യഹോവയെ കുറിച്ച്, എന്റെ ശരീരത്തിൽ സൗഖ്യമില്ലാതെ. ആ ഒരു അനുഭവം അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്, അതിന്റെ പ്രയാസം എന്താണെന്ന് അറിയത്തുള്ളൂ. നമ്മുടെ തലയിൽ എന്തോ ഒരു വലിയ പ്രയാസമാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം, പക്ഷെ നമുക്കൊരു സ്വസ്ഥതയില്ലാത്ത ഒരു അനുഭവമാ. ഞാൻ ക്ലാസ്സിൽ പോകും, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും, എല്ലാം ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവരുടെ ഇടയിലൂടെ ഞാനിങ്ങനെ മനസ്സിൽ ഒന്നുകിൽ സ്തോത്രം പറയും, അല്ലെങ്കിൽ സങ്കീർത്തനം വചനങ്ങൾ ഉരുവിടും. കർത്താവേ, ഒരു നിമിഷത്തേക്കെങ്കിലും എന്റെ പഴയ ആ മനസ്സിന്റെ സ്വസ്ഥത എനിക്ക് തിരികെ തരണമേന്ന് ഞാൻ കെഞ്ചി. 3 മാസത്തോളം മരുന്ന് കഴിച്ചു. ശക്തമായ മരുന്ന, അത് കഴിച്ചാൽ നമ്മൾ ഉറങ്ങിപ്പോകും. പക്ഷെ ഒരു ദിവസം പോലും അവധി എടുക്കുവാൻ ആ കാര്യത്തിൽ ദൈവം എന്നെ ഇടയാക്കിയില്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആ കുഞ്ഞുങ്ങളോട് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധയോടെ പഠിപ്പിച്ചു. ഞാൻ ഇടയ്ക്ക് വൈകിട്ട് വരുമ്പോൾ ഞാൻ വീട്ടിൽ ഇരുന്ന് കരയും, എന്റെ കുഞ്ഞുങ്ങളും കരയും. അച്ചാച്ചൻ ഏറ്റവും കൂടുതൽ വിഷമിച്ച ഒരു സാഹചര്യമായിരുന്നു. ഞാൻ പറയും, എന്റെ മാതാപിതാക്കളുടെ അടുത്ത് കൊണ്ടുപോകണമെന്ന്. ഒരു വണ്ടി വിളിച്ച് ഞങ്ങൾ അവിടെ പോകും. അന്ന് രാത്രി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് രാവിലെ വീണ്ടും വരും, സ്കൂളിൽ പോകും. ഇങ്ങനെ 3 മാസത്തോളം പോയി. അവസാനം ഞാൻ ദൈവസന്നിധി നിലവിളിച്ചു, എനിക്ക് സൗഖ്യം തരാതെ പറ്റത്തില്ല, ഞാൻ എങ്ങനെ നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തും? അങ്ങനെ ആ വെളിപ്പാട് പുസ്തകത്തിന്റെ, ഞാൻ ഈ ബൈബിൾ സ്റ്റഡി നിർത്തിയിരുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിന്റെ 21-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ, ഹല്ലേലൂയ, എന്റെ രോഗം കർത്താവ് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റി. ഞാൻ എന്തുകൊണ്ടെന്ന് ദൈവത്തോട് ചോദിച്ചപ്പോൾ, അപ്പോൾ ദൈവം മറുപടി തന്നില്ലെങ്കിലും പിൽക്കാലത്ത് ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയ അനേക ജീവിതങ്ങൾക്ക് ഒരു മെന്റൽ സപ്പോർട്ട് കൊടുത്ത് പ്രാർത്ഥനയിലൂടെ അവരെ യഥാർത്ഥ ജീവിതത്തിലേക്ക്, നോർമലിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചപ്പോഴാണ് എന്തുകൊണ്ട് ദൈവം ഈ സാഹചര്യത്തിലൂടെ എന്നെ കടത്തിവിട്ടേ അത് വിട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതില് ഒരു വ്യക്തി, അന്ന് ഒരു 2 പെൺമക്കളുള്ള ഒരു അമ്മ
ഒരു അധ്യാപിക അന്ന് റെയിൽവേ ട്രാക്കിൽ ഇറങ്ങി ആത്മഹത്യ ചെയ്യാൻ നിശ്ചയിച്ച് വന്നതാണ്. പക്ഷെ എന്നെ വിളിച്ചുകൊണ്ട് ചാപ്പലിൽ രാവിലെ പോകുവാൻ ദൈവം അവളെ നിർബന്ധിച്ചു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അന്ന് അവള് ഹസ്ബൻഡിനോട് അന്ന് രാത്രി 8 മണിക്ക് വിവരം പറയാൻ പറഞ്ഞു. ഞാൻ ആ സമയം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. അങ്ങനെ ആ അമ്മ ഭർത്താവിനോട് പറഞ്ഞു. അദ്ദേഹം ഒരു മടിയും കൂടാതെ ഹോസ്പിറ്റലിൽ പോകാൻ സമ്മതിച്ചു. ഒരു വലിയ ജീവന്റെ വിടുതല ദൈവം അവിടെ നടത്തുവാനായിട്ട് ഇടയായി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും, നമ്മുടെ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടി നടത്തിയാലും, അതിനെയും അനുകൂലമാക്കി മറ്റുള്ളവർക്ക് പ്രയോജനകരമാക്കി മാറ്റുവാനായിട്ട് ദൈവത്തിന് കഴിയുമെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. വീണ്ടും ഞങ്ങൾ ആ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു മീറ്റിംഗിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ എന്നോട് വ്യക്തമായി 2 പ്രാവശ്യം പറഞ്ഞു, നീ സ്നാനപ്പെടണം, നീ സ്നാനപ്പെടണം എന്ന്. ഞാനത് വീട്ടിൽ വന്ന് ദേവദാസനുമായിട്ട് ഷെയർ ചെയ്തു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവസന്നിധിയിൽ ഞങ്ങൾ ഒരു തീരുമാനം ചെയ്തു. ഞങ്ങൾ ബഹുമാനിക്കുന്ന ഒരു ദേവദാസൻ, ഞങ്ങളുടെ സഭയിലെ തന്നെ ഒരു ദേവദാസൻ ഞങ്ങളോട് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ദൈവത്തിന്റെ നിയോഗം വീണ്ടുമായിട്ട് കണക്കാക്കി ഞങ്ങൾ അത് സ്വീകരിക്കാമെന്ന്. അതിനടുത്ത ദിവസം ഒരു ദേവദാസൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സനിലെ, എന്നോട് ഇന്നലെ രാത്രി ദൈവാത്മാവ് പറഞ്ഞു, നീ സ്നാനപ്പെടണം, നിനക്കൊരു ശുശ്രൂഷയുണ്ട്, അത് പൈശാചിക മണ്ഡലോട് എതിർത്ത് നിൽക്കുന്ന ശുശ്രൂഷയാ, അവിടെ നിനക്ക് നിൽക്കണമെങ്കിൽ ഈ സ്നാനം കൂടിയേ തീരൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെക്കുറിച്ച് മനസ്സിലാക്കി. ഞങ്ങൾ രണ്ടുപേരും ദൈവസന്നിധിയിൽ ആ തീരുമാനം എടുത്തു. അതിന്റെ ക്ലാസ്സുകൾ മനസ്സിലാക്കി. രണ്ടുപേരും വിശ്വാസ സ്നാനം സ്വീകരിച്ചു. എന്നാൽ ആ സമയത്ത് ഞങ്ങളോട് ഒരു ദേവദാസി, ഞങ്ങൾ അന്ന് ജോലി ഞാൻ ഉപേക്ഷിക്കാൻ VRS എടുത്ത് പൂർണ്ണമായും ദൈവവേല ചെയ്യാനിരുന്ന സമയത്ത് ഒരു ദേവദാസിയിലൂടെ ആലോചന എനിക്ക് ലഭിച്ചു. ഇപ്പോൾ അതിന് സമയമായില്ല, ദൈവ വിളിക്കായിട്ട് കാത്തിരിക്കണം, കുറച്ച് നാളുകൂടെ കുറച്ച് കാര്യങ്ങൾ ക്രമീകരിച്ചതിന് ശേഷം ടീച്ചർ തന്നെയല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ മാത്രമേ ഇറങ്ങുള്ളൂ, ഈ വയൽ വിടണ്ട, ഇവിടെ നിനക്കൊരു ശുശ്രൂഷയുണ്ട്, ഇവിടെ ഇപ്പോൾ നീ ചെറുകതിരുകൾ പെറുക്കിക്കൊണ്ടിരിക്കും, നിങ്ങൾ വയലില് ദാസന്മാർ ഉപേക്ഷിക്കുന്ന നിനക്ക് കിട്ടും, എന്നാൽ വയലിനൊരു ഉടമാവകാശം ദൈവം നിനക്ക് തരും, അതുവരെ നീ കാത്തിരിക്കാനായിട്ട് ഒരു ആലോചന എനിക്ക് ലഭിക്കുവാനിടയിൽ. അങ്ങനെ ഞങ്ങൾ ആ സഭയിൽ തന്നെ തുടർന്നു. ആ കാലഘട്ടത്തിൽ അധ്യാപന ജീവിതത്തിലെ ചില കാര്യങ്ങളും കൂടെ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. 1-2 ഇൻസിഡൻസ് മാത്രം. അന്ന് ഞാൻ ഒരു സ്ഥലത്ത് പഠിപ്പിക്കുമ്പോൾ അവിടെ കടമറ്റത്ത് അച്ഛന്റെ സേവയുള്ള ഒരു കുടുംബത്തിലെ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. ആ പയ്യന് വളരെ അസ്വസ്ഥതകൾ ക്ലാസ്സിലിരിക്കുമ്പോൾ കാണിക്കും. അങ്ങനെ അവനോട് ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചു, അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവനെ അതിൽ നിന്നും ദൈവം വിടുവിച്ചു. ഇന്ന് അവനൊരു പാസ്റ്ററായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ഞങ്ങളായിരിക്കുന്ന സ്കൂളിൽ ഞങ്ങൾക്ക് പ്രാർത്ഥനാ സഹകാരികളായിട്ടുള്ള അധ്യാപികമാരുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചാപ്പലിൽ പ്രാർത്ഥിക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഇന്റർവെൽ സമയങ്ങളിലൊക്കെ ഇപ്പൊ കുട്ടികളുടെ നല്ല കൂട്ടായ്മയാ അവരെ രൂപാന്തരപ്പെടുവാനായിട്ട്. അവിടെ മദ്യപാനികളായ പിതാക്കന്മാർക്ക് രൂപാന്തരമുണ്ട്. അനേക കുഞ്ഞുങ്ങൾക്ക് ദൈവം വിടുതൽ കൊടുക്കുവാനായിട്ട് അതൊക്കെ ഇടയായിത്തീർന്നു. സ്കൂളിൽ നിന്ന് ഒളിച്ചോടി പോയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്തിരുന്ന് പ്രാർത്ഥിക്കും. കർത്താവ് വ്യക്തമായി ഞങ്ങൾക്ക് കാണിച്ചു തരും ഈ കുഞ്ഞുങ്ങൾ എവിടെയാണെന്ന്. അവിടെ നിന്ന് അവരെ മടക്കിക്കൊണ്ടുവന്ന അനേക അനുഭവങ്ങൾ ഉണ്ട്. അതേപോലെ തന്നെ മറ്റൊരു സംഭവം ഞാൻ ഓർക്കുന്നു. ക്ലാസ്സിൽ പണം മോഷ്ടിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. എന്റെ ക്ലാസ്സിലല്ല, അടുത്ത ക്ലാസ്സില്. അപ്പൊ ഈ കുഞ്ഞുങ്ങള് വന്ന് എന്നോട് വിവരം പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഈ ആഴ്ച ഞാൻ ഉച്ചക്കത്തെ ഭക്ഷണം മേടിഞ്ഞ് ഉച്ച സമയത്ത് ചാപ്പലിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ആരാണോ അതെടുത്തത് ആരും കാണാതെ എന്റെ അടുക്കൽ വന്ന് പറയണമെന്ന്. തിങ്കളാഴ്ച കഴിഞ്ഞു, അങ്ങനെ ചൊവ്വ കഴിഞ്ഞു, ബുധൻ കഴിഞ്ഞു, വ്യാഴാഴ്ച ആയപ്പോൾ ഒരു കുട്ടിയും വേറെ 2-3 പേരും കൂടെ വന്ന് പറഞ്ഞു, ടീച്ചറെ അതൊന്നും പറയത്തില്ല, അതുകൊണ്ട് ടീച്ചർ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഞങ്ങൾക്ക് വലിയ സങ്കടമാ. ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ആ കുഞ്ഞിന്റെ മനസ്സിൽ ആലോചന കൊടുക്കും, അവളെ ഒരു രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നു. വെള്ളിയാഴ്ച ഇതിൽ ആ കുഞ്ഞ് ആരാണോ
പണം മോഷ്ടിച്ചത് ആ കുഞ്ഞ് എൻ്റെ അടുക്കൽ വന്നു. അവളുടെ ജീവിത സാഹചര്യം വളരെ മോശമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അവൾ വിദേശത്ത് നേഴ്സായി കുടുംബമായി ജോലി ചെയ്യുന്നു. എൻ്റെ ദൈവത്തിന് മഹത്വം. അധ്യാപന ജീവിതത്തിലൂടെ അനേക കുഞ്ഞുങ്ങളെ ജീവനുള്ള ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ ഞങ്ങളെ പോലുള്ള അധ്യാപകരെ ദൈവം ഉപയോഗിക്കുന്ന ഒരുപാട് അവസരങ്ങൾ അധ്യാപിക എന്ന നിലയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ദൈവം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാ ചാരായം വിൽക്കേണ്ടി വന്ന ഒരു മോന്, 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ക്ലാസ്സിൽ പറയുമ്പോൾ അവന്റെ മുഖം വാടുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ ഒരു ദിവസം ആരുമില്ലാത്ത സമയത്ത് അവനെ വിളിച്ചു. അവന്റെ അപ്പൻ അപകടത്തിൽ കാല് മുറിഞ്ഞു പോയി. അമ്മയാണ് ചാരായം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു സ്ത്രീ കൊടുക്കുമ്പോൾ ആളുകളുടെ പെരുമാറ്റം വളരെ മോശമായി. അത് അവനെ വളരെ സങ്കടപ്പെടുത്തിയപ്പോൾ അവൻ തന്നെ അത് കൊടുക്കാൻ തുടങ്ങി. അവർക്ക് വേറെ ജീവിത മാർഗമില്ല. അവനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവൻ പറഞ്ഞു, ടീച്ചറെ, ഞാൻ പഠിച്ചിറങ്ങി ഞാനൊരു ജോലി സമ്പാദിക്കും, ഒരിക്കലും ഞാൻ ഇത് ഉപയോഗിക്കത്തില്ല, അതിന് ഞാൻ കൂട്ടു നിൽക്കത്തുമില്ലെന്ന്. അവൻ അതിനോടകം തന്നെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡ്രൈവിംഗ് പഠിച്ചു. 18ാമത്തെ വയസ്സിൽ അവൻ ലൈസൻസ് എടുത്തു, ഒരു ലോറി ഡ്രൈവറായി. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും അവൻ ആ വഴിയിലേക്ക് പോയിട്ടില്ല. ദൈവം അങ്ങനെയൊക്കെ ഉപയോഗിച്ചത് ഓർത്ത് സ്തോത്രം. അങ്ങനെ ഞാൻ അധ്യാപിക ആയിരിക്കുമ്പോഴാണ് ഹെഡ്മിസ്ട്രസ് ആകുവാനായിട്ട് അപേക്ഷിക്കാനായിട്ട് ഒരു ദൈവാലോചന ദൈവദാസൻ പറഞ്ഞു. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. കാരണം വലിയ അവധിക്ക്, വേനൽ അവധിക്കാണ് ഞാൻ എല്ലായിടത്തും ദൈവവചന ശുശ്രൂഷിക്കാൻ കൂടുതൽ പോകുന്നത്. മറ്റേ ശനി ഞായർ അവധി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ 2 മാസക്കാലം പൂർണ്ണമായും കർത്താവിന്റെ ശുശ്രൂഷിക്കാൻ ഉപയോഗിച്ചിരുന്നതാ. ഒരു ഹെഡ്മിസ്ട്രസ് ആയാൽ അതെനിക്ക് നഷ്ടപ്പെടുന്നു എന്നോർത്ത് ഞാൻ അതിനൊരുങ്ങിയില്ല. പക്ഷെ ദൈവത്തിന്റെ ആലോചനയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് കീഴ്പ്പെട്ടു. അങ്ങനെ സഭയിലെ അതിനുവേണ്ടി അപേക്ഷ കൊടുത്തു. വളരെ പ്രതികൂലങ്ങൾ, മനസ്സിനെ തകർക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായെങ്കിലും ദൈവം, അനേകർ അതിനെ തടയാൻ ശ്രമിച്ചെങ്കിലും ദൈവം അവിടെ ആക്കി. എൻ്റെ ജീവിതത്തിൽ രാത്രി മുഴുവൻ കരയേണ്ട ഒരു അനുഭവം ഉണ്ടായ അവസ്ഥയായിരുന്നു അതെങ്കിലും ദൈവം എന്നെ ആ സ്ഥാനത്താക്കി. അത് ആ സ്കൂളിന്റെ ഒരു വലിയ ശാപത്തിൽ നിന്നുള്ള വിടുതലായിരുന്നു. പിന്നോക്കാവസ്ഥയിൽ കിടന്ന ആ വിദ്യാലയത്തില് മനോഹരമായ ഒരു 2 നില കെട്ടിടം ദൈവം ചിലരെ അതിനായിട്ട് ഉപയോഗിച്ച് അവിടെ കൊണ്ടുവന്നൊരു സംഘടനയെ, ദൈവത്തിന് സ്തോത്രം, ഒരുപാട് ലക്ഷങ്ങള് അവിടെ അവർ മുടക്കുകയും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾക്കായിട്ട് അവർ ഉപയോഗിക്കുകയും ചെയ്തു. എല്ലാ തരത്തിലും, അക്കാദമിക തലത്തിലും എല്ലാ തലത്തിലും ഇന്ന് ആ സ്കൂള് ഒരു നല്ല നിലയിൽ ദൈവമാക്കി തീർത്തു. കാരണം ആ ഒരു 2.5-3 വർഷം മാത്രമേ ഞാൻ ഇരുന്നുള്ളൂ അവിടെ. ആ കാലഘട്ടത്തിൽ ദൈവം ആ സ്കൂളിനെ അനുഗ്രഹിച്ചു. ഇന്നും അത് തുടരുവാൻ അതിനായിരുന്നു ദൈവം എന്നെ അവിടെ കൊണ്ടുപോയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടെ വെച്ചാണ് ഞങ്ങള് VRS എടുക്കുവാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി ഇതിനിടയ്ക്ക് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ദൗത്യത്തിനായിട്ട് ഈ പരിശുദ്ധാത്മ നിറവിന് ശേഷം ഞങ്ങളെ സമർപ്പിച്ചു. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് കടന്നുപോയി. അപ്പോൾ കർത്താവ് എന്നോട് എന്താണ് ദൗത്യം എന്നുള്ളതിനെ കുറിച്ച് ചില വാക്യങ്ങൾ തന്നു. 3 വാക്യങ്ങളാണത്. ഒന്ന് യെഹെസ്കേൽ 3:17, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനങ്ങൾ കേട്ട് അവരെ പ്രബോധിപ്പിക്കണം. 2-ാമത് യെശയ്യാ 49:6, എൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു. 3-ാമത് യെശയ്യാ 41:15, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതുമായ പല്ലുകളേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കും. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിയാകും, കുന്നുകളെ പർവ്വതം പോലെ ആക്കി തീർക്കുന്നു. എൻ്റെ ശുശ്രൂഷ, അല്ലെ ഞങ്ങളുടെ ശുശ്രൂഷ എന്താണെന്ന് ഒരു പൂർണ്ണമായിട്ടും കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരിക. ഓരോന്നും എങ്ങനെ ചെയ്യണം എന്നുള്ളത് പരിശുദ്ധാത്മാവ് വ്യക്തമായി കാണിച്ചു തരിക. ഒരു വ്യക്തിയുടെ അടുക്കൽ വന്നാല് അവരെ കുറിച്ചുള്ള ചില പ്രത്യേക വിഷയങ്ങൾ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരും.
അത് അവരോട് പറഞ്ഞ് അത് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചു. ഒരു ദേശത്തിന്റെ കാവൽക്കാരിയാകുവാൻ, ആ കാവൽക്കാരി ഇന്നും അതാണ് കർത്താവ് ഞങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്, ഒരു ദേശത്തിന്റെ കാവല്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ജാതികൾക്ക് പ്രകാശമായി തീരുവാൻ ഞാൻ ആ കർത്താവിന്റെ പ്രകാശം എന്നിലേക്ക് സ്വീകരിച്ചിട്ട് ആ പ്രകാശത്തെ ഇരുട്ടിലും അന്ധതാമസിലും ഇരിക്കുന്നവർക്ക് പ്രകാശമായി തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പുതിയതും മൂർച്ചയുള്ളതും കല്ലുകളേറിയതുമായ മെതിവണ്ടി ആക്കി തീർക്കും. ഹല്ലേലൂയ. ഈ മെതിവണ്ടി ഇരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ കയ്യിലാ. മെതിവണ്ടിക്ക് ഒരിക്കലും ഒന്നും തനിയെ ചെയ്യാൻ ഒക്കത്തില്ല. ഇത് മെതിക്കുന്ന വണ്ടിയാണ്. എന്നാൽ ഇതിന് മെതിക്കുന്നത് എന്തിനെയാണ്? കുന്നുകളെയും പർവ്വതങ്ങളെയും. ഹല്ലേലൂയ. എന്റെ ദൈവം ചില കുന്നുകളെ, ചില പർവ്വതങ്ങളെ ഉടച്ചു വാക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല് എന്റെ ദൈവം എന്നെ ഉപയോഗിച്ചു. ഹല്ലേലൂയ. ചില വൃക്ഷങ്ങളുടെ കടക്കല കെട്ടുവാൻ എവിടെ ദൈവം ഞങ്ങളെ അയക്കുന്നുവോ അവിടെ യഥാർത്ഥമായിട്ടുള്ള ആധിപത്യങ്ങളെ വെളിപ്പെടുത്തി അതിനോട് നേർക്കുനേരെ നിന്ന് പോരാടുവാൻ ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു. നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. 2015 ഞങ്ങൾ പലപ്പോഴും ജോലി ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചെങ്കിലും വലിയ ദേവദാസന്മാർ ഞങ്ങളോട് പറഞ്ഞു, വ്യക്തമായ വിളിയില്ലാതെ നിങ്ങൾ ഇറങ്ങിയാൽ പരാജയപ്പെടുമെന്ന്. 2015 മുതൽ 2015 അച്ചാച്ചൻ എന്നോട് ജോലി രാജിവെച്ചോളാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് തന്നെ പോകാൻ എനിക്ക് അത്ര ധൈര്യം തോന്നിയില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഒരു ആലോചന കിടപ്പുണ്ടല്ലോ നമുക്ക് ഒരുമിച്ച്. അന്ന് സ്റ്റേറ്റ് ബാങ്കിന്റെ മാനേജർ ആയിരിക്കുന്ന അനുഭവമാണ്. ഞാൻ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിരിക്കുമ്പോഴാണ് ഞങ്ങള് 2015 മുതൽ 16 വരെ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തോടും കർത്താവ് വ്യക്തമായിട്ട് ഇടപെട്ടു, ഇത് വിട്ടോടുക എന്ന്. എന്നോട് പറഞ്ഞ് കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. ഞങ്ങള് തീരുമാനിച്ചു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഞങ്ങൾ ചോദിച്ചു. മൂത്ത മകന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതേ ഉള്ളൂ, കൊച്ചവന് +2 കഴിഞ്ഞതേ ഉള്ളൂ, ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ആ അവസ്ഥയിലാണ്. എന്നാല് അവർക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പവുമില്ല. ഹല്ലേലൂയ. അനേകർ ഞങ്ങളോട് അതിനെക്കുറിച്ച് വളരെ മോശമായി സംസാരിച്ചു. നിങ്ങൾ വിഡിത്തമാണ് ചെയ്യുന്നത്, അവര് പരിഹസിച്ചു. എന്നാൽ 2016 ഓഗസ്റ്റില് ഞങ്ങൾ 31-ാം തീയതി ഞങ്ങൾ ഒരേ ദിവസം ഞങ്ങൾ VRS എടുക്കുകയാണ് ഉണ്ടായി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലും ഞങ്ങൾക്ക് ഒരു ദോഷവും ദൈവം ചെയ്തില്ല. ഇതിനിടയ്ക്ക് 1-2 കാര്യങ്ങളോട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബന്ധത്തിൽ 1-2 കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ വിഷയത്തില് മൂത്ത മകൻ സച്ചു, അവൻ +2 പാസ്സായി. അവന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനായിരുന്നു താല്പര്യം പോകാന്. അവന് ഒരുപാട് മാർക്കുണ്ടായിരുന്നില്ല, ഏതാണ്ട് 80ക്ക് അടുത്ത മാർക്കേ ഉള്ളായിരുന്നു. അപ്പൊ എവിടെയാണ് അഡ്മിഷൻ കിട്ടുക എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കർത്താവ് എന്നോട് SCMS എന്ന കോളേജിന്റെ പേര് കാണിച്ചു. അത് എവിടാന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ദേവദാസിനോട് സംസാരിച്ചു. അത് അങ്കമാലിയിലെ വളരെ പ്രശസ്തമായ കോളേജാണ്. അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഉയർന്ന റാങ്ക് വേണം. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു മീറ്റിംഗിൽ ഒരു ദേവദാസൻ പറയുന്ന ഞാൻ കേട്ടു, ദൈവം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന സീറ്റ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തരുമെന്ന്. ഞാൻ ഒട്ടും വീഴാതെ ആ വാഗ്ദത്തത്തെ കയറി പിടിച്ചു. ആർക്കോ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന സീറ്റ് എന്റെ മകന് ദൈവം കൊടുക്കും. ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവിടെ നിന്ന് ഇന്റർവ്യൂവിന് വിളി വന്നു. ഇന്റർവ്യൂവിന് പോയി. പക്ഷെ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. ഇന്റർവ്യൂവിന് പോകാൻ പോലും മോന് സമ്മതിച്ചില്ല, അത് കിട്ടത്തില്ലെന്ന് പറഞ്ഞ. പക്ഷെ ഞാൻ പറഞ്ഞു, മോനെ ദൈവം എന്നോട് പറഞ്ഞതല്ലേ, ദൈവം അത് നമുക്ക് ഒരുക്കി തരും. അങ്ങനെ പോയി. ദൈവത്തിന്റെ കൃപയാല് അവനവിടെ അഡ്മിഷൻ കിട്ടി. എഞ്ചിനീയറിംഗ് പ്രശസ്തമാലിലെ 80%-ലധികം മാർക്കോടുകൂടെ ദൈവം അവനെ പാസ്സാക്കി. അവനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ മാർക്കൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവന്റെ കിടക്കയുടെ അരികില് രാത്രി മുട്ടുകുത്തി അവന്റെ തലയെ കൈവച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കുഞ്ഞുങ്ങളും പ്രാർത്ഥനയിൽ വളരെ വിശ്വാസം. പരീക്ഷാ സമയത്തൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കും. ദൂരെ ആയിരുന്നാലും പ്രയാസമുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ ഇപ്പോഴും വിളിക്കും. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അതേപോലെ ആഴ്ചയിൽ ഒരിക്കല് വീഡിയോ കോൾ വഴി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയിലും വിശ്വാസത്തിലും. മക്കളും പിന്നീട് അവരെ കുറച്ചുകൂടെ വളർന്നപ്പോൾ അവരും രണ്ടുപേരും വിശ്വാസ സ്നാനം സ്വീകരിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇളയ മോന്റെ
പഠന കാര്യത്തിലും വളരെ ദൈവത്തിന്റെ കൃപ ഞങ്ങൾ അനുഭവിച്ചു. അവന് +2 ഉയർന്ന മാർക്കുണ്ടായിരുന്നു. കേരളത്തിൽ തന്നെ ഏറ്റവും മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടറിന് തൃക്കാക്കരയിൽ അവന് അഡ്മിഷൻ ലഭിച്ചു. പക്ഷെ അവന് കമ്പ്യൂട്ടർ മേഖലയിൽ വലിയ താല്പര്യമില്ല. ഞങ്ങൾക്കും IT മേഖല ഒരു പ്രത്യേക തലത്തിലായതുകൊണ്ട് അവിടേക്ക് വിടാൻ ഞങ്ങളും ആഗ്രഹിച്ചില്ല. അങ്ങനെയാണ് ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ അവന് BSc ഓണേഴ്സിന് അപേക്ഷിക്കുന്നത്. അവിടെ കിട്ടാനായിട്ട് ഏറ്റവും പ്രയാസമുള്ള അനുഭവമാണെന്ന് അറിയാമല്ലോ. ഇന്റർവ്യൂവിന് പോയി, ഇന്റർവ്യൂ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ തന്നെ ഞങ്ങൾ അറിഞ്ഞു അവന് വെയിറ്റിംഗ് ലിസ്റ്റിലാണെന്ന്. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവഹിതമാണെങ്കിൽ ദൈവം അയക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വെള്ള ഫയല് കർത്താവിനെ കാണിച്ചു. അത് ചുവന്ന ചരട് കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നു. 1ാമത്തെ പേര് ഒരു പെൺകുട്ടിയുടേതാണ്. 2ാമത്തെ പേര് ഇവന്റെ സജയ് സണ്ണി മാത്യു. യേശുവിന്റെ നാമത്തില് ആ കെട്ട് കർത്താവ് അഴിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു സൺഡേ അവിടെ നിന്ന് രാവിലെ മെയിൽ വന്നു, തിങ്കളാഴ്ച 10 മണിക്ക് ഡൽഹി കോളേജ് ഓഫീസിൽ ഹാജരാകണമെന്ന്. മാനുഷികമായിട്ട് ഒരിക്കലും അത് സംഭവിക്കത്തില്ല, ഒറ്റ രാത്രി കൊണ്ട് ഡൽഹി ചെല്ലുക എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ തത്വമുണ്ട്. ഞാൻ എല്ലാ കേൾവിക്കാരോടുമായിട്ട് പറയാം, അസാധ്യമെന്ന് ലോകം പറയുന്ന ഇടത്താ എൻ്റെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നത്. ആമേൻ. ഞാൻ ഒന്നുകൂടെ പറയുക, അസാധ്യമെന്ന് ഈ ലോകം എപ്പോൾ പറയുന്നുവോ അവിടെ ദൈവത്തിന്റെ ഒരു മഹത്വം ഇറങ്ങിയിരിക്കും. ഒന്നുണ്ട്, ദൈവഹിതത്തിന് വിധേയമായി നമ്മളെ തന്നെ നമ്മൾ വിധേയപ്പെടുത്തിയിരിക്കണം. ഉറപ്പായിട്ടും ദൈവ മഹത്വം അവിടെ ഇറങ്ങിയിരിക്കും. അന്ന് രാത്രിയിലെ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടി. അവരെ പിറ്റേ ദിവസം രാവിലെ 10 മണിയായപ്പോൾ ഡൽഹി ചെന്നു. അവര് ഒരു പക്ഷേ ചെല്ലത്തില്ല, ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നാണേലും എൻ്റെ ദൈവം ഈ മകൻ അവിടെ പഠിക്കണമെന്ന് എഴുതി വെച്ചിരുന്നു. അവനവിടെ അഡ്മിഷൻ കിട്ടി. ഹോസ്റ്റലിൽ അഡ്മിഷൻ ഇല്ല. 17 വയസ്സുള്ള ഹിന്ദി അറിയാൻ മേലാത്ത ഈ മോനെ എങ്ങനെ അവിടെ ആക്കുമെന്ന് അവര് പ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ് പറയുന്നൊരു വിളി വന്നു, സജയ് സണ്ണി മാത്യു ആണോ? അതെ, ഞാൻ ഇവിടുത്തെ അധ്യാപകനാണ്. ഞാന് ഇന്ന സ്ഥലത്ത് താമസിക്കുന്നു. എൻ്റെ വീട്ടില് പേയിങ് ഗസ്റ്റ് ആയിട്ട് ഒരു ഒഴിവുണ്ട്, അവിടെ വേണമെങ്കിൽ താമസിക്കാമെന്ന് ദൈവം അതും ഒരുക്കി. ദൈവം നമുക്ക് തന്നാൽ അത് പൂർണ്ണതയോട് കൂടെ തരികയുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ അവന് അഡ്മിഷൻ കിട്ടി. അവനവിടെ BSc ഓണേഴ്സ് നല്ല നിലയിൽ പാസ്സായി. ഇനി MScക്ക് പോകണം. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പലയിടത്തും അപേക്ഷ അയച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കപ്പോൾ ഈ മക്കൾക്ക് എപ്പോഴും ഇത് അറിയണം, അമ്മ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കൽക്കട്ട എന്ന കർത്താവിനെ കാണിച്ചു. ഇപ്പൊ ഈ ഇന്ത്യയുടെ ഭൂപടത്തിൽ കൽക്കട്ട എവിടെയാണെന്ന് എനിക്ക് സത്യത്തിൽ അറിഞ്ഞുകൂടാ. പെട്ടെന്ന് കർത്താവിനോട് ഞാൻ ചോദിച്ചു, കർത്താവ് ഈ കൽക്കട്ട എവിടെയാ? പെട്ടെന്ന് ഇന്ത്യയുടെ ഒരു ഭൂപടം കർത്താവിനെ കാണിച്ചു. കേരളത്തിൽ നിന്ന് ഒരു കേരളത്തിന്റെ ആ സൈഡിൽ നിന്ന് ഒരു ചുമന്ന വര ഇങ്ങനെ വളഞ്ഞ് കൽക്കട്ടയുടെ അവിടെ ചെന്ന് നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. കൽക്കട്ടയ്ക്കടുത്ത് ധൻബാദ് IIT അവന് MSc ഫിസിക്സിന് അഡ്മിഷൻ കിട്ടി. അവിടെ ദൈവം അവനെ ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ കാൻബറയില് ഫുൾ സ്കോളർഷിപ്പോടുകൂടെ, അവിടെ ഞങ്ങൾക്കൊരു സാക്ഷ്യം കൂടെ പറയാനായിട്ടുണ്ട്. ബാങ്ക് മാനേജർ ആയിരിക്കുമ്പോൾ 7 വർഷം സർവീസ് അദ്ദേഹത്തിനുണ്ട്. 60 വയസ്സാണ് അവരുടെ റിട്ടയർമെന്റ് കാലാവധി. എനിക്ക് 56 വയസ്സ്, എനിക്ക് 4 വർഷം കൂടെ ഉണ്ട്. ഞാൻ 52ാമത്തെ വയസ്സിലാണ് VRS എടുക്കുന്നത്. ഞങ്ങള് റിട്ടയർ നേരത്തെ ചെയ്താൽ എത്ര കോടി രൂപ ഞങ്ങൾക്ക് നഷ്ടം വരുമോ അതിനേക്കാൾ കൂടുതൽ തുക എൻ്റെ കർത്താവ് അവന് സ്കോളർഷിപ്പായിട്ട് നൽകി. ഒരു പ്ലെയിൻ ടിക്കറ്റ് പോലും എടുക്കേണ്ടതായി ഞങ്ങൾക്ക് വന്നില്ല. അവന്റെ ലാപ്ടോപ്പ് പോലും യൂണിവേഴ്സിറ്റി ആപ്പിളിന്റെ ലാപ്ടോപ്പ് കൊടുക്കുമായിരുന്നു. അവിടെ നിന്ന് അനേക രാജ്യങ്ങളിൽ അവനെ പേപ്പർ പ്രസന്റേഷനായിട്ട് അവനെ ദൈവമായിട്ട് കൊടുത്തതാ. 1 രൂപ ഞങ്ങൾക്ക് മുടക്കില്ല. അവന് അവിടെ താമസിക്കാനോ ഭക്ഷണത്തിനോ പഠിക്കുവാനോ കോളേജിൽ ഒരു ഫീസ് പോലും 3.5 വർഷം. അതിലൊക്കെ ഏറ്റവും വലുത് ആ വർഷം കോവിഡ് കാലമായിരുന്നതിനാല് അവര് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ
എടുക്കുന്നില്ലെന്ന് ഒരു ഇത് വന്നപ്പോൾ ഈ കിട്ടുകയില്ലെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അവന്റെ പ്രൊഫസർ അവനോട് പറഞ്ഞു, പ്രൊഫസറിന് ഈ യൂണിവേഴ്സിറ്റി കൊടുക്കും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഈ റിസർച്ചിന് വേണ്ടി, അതിൽ നിന്ന് നിനക്ക് സ്കോളർഷിപ്പ് തരാം. അങ്ങനെ ഒരു വർഷം അവൻ നാട്ടിലിരുന്നാണ് ഈ സ്റ്റുഡന്റ് ആയിരുന്നത്. ആ കോവിഡിന് ശേഷം ആദ്യം പ്ലെയിനുകൾ പോകാൻ തുടങ്ങിയപ്പോഴാണ് അവൻ ഓസ്ട്രേലിയക്ക് പോയത്. ഹല്ലേലൂയ. ദൈവം എത്ര സ്നേഹവാനാ, ദൈവം എത്ര അത്ഭുതവാനാ. ദൈവത്തിനു വേണ്ടി നമ്മൾ എന്തെങ്കിലും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ അപ്പുറമായിട്ട് നമുക്ക് നൽകുന്ന കർത്താവ്. ഹല്ലേലൂയ. അതിലുപരിയായി കർത്താവിന്റെ സ്നേഹത്തില്, കർത്താവിനോടുള്ള ബന്ധത്തിൽ അവര് വളർന്നു, അവര് ജീവിക്കുന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ മൂത്ത മകന് വിവാഹപ്രായമായപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതും കർത്താവിനോട് പറഞ്ഞു, കർത്താവെ അങ്ങേക്ക് ഇഷ്ടമുള്ള ഒരു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണമെന്ന്. ഞങ്ങൾക്കൊരു മകളില്ലാത്ത സ്ഥാനത്ത് അങ്ങനെ ബദലേജിയിൽ ആരാധനയ്ക്ക് ബാംഗ്ലൂർ പൊക്കൊണ്ടിരുന്ന ഒരു മകളെ ദൈവം തന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ വിശ്വാസ സ്നാനത്തില് സ്വീകരിച്ച ഒരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു മകളെയും ദൈവം ഞങ്ങൾക്ക് തന്നു. ഇന്ന് ഞങ്ങൾക്ക് ഒരു മകനെയും, അവന് ഇയൻ എന്നാണ് പേര്. ആ പേരിന് ജോൺ എന്നുള്ളതിന്റെ സ്കോട്ടിഷ് രൂപമാ ഗോഡ് ഈസ് ഗ്രേഷ്യസ്. അവനെ ഗർഭം ധരിക്കുമ്പോൾ തന്നെ കർത്താവ് അതിന്റെ മേലുള്ള പോരാട്ടത്തെ കുറിച്ചും വലിയ പ്രശ്നങ്ങൾ അതിന്റെ മധ്യത്തിലുണ്ടായിരുന്നു. ഉത്ഭവിക്കുന്നത് ഒരു വിശുദ്ധ പ്രജയായിരിക്കുമെന്ന് കർത്താവ് ഞങ്ങളോട് ആലോചന പറഞ്ഞു. ഞങ്ങളും കുഞ്ഞുങ്ങളും വളരെ ഉപവാസത്തോടെ പ്രാർത്ഥിച്ചു. ഒരു ദോഷവും കൂടാതെ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞു പൈതലിനെ തന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് രസകരമായ സംഭവങ്ങളും കൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവില് സില്ലിയാണെന്ന് തോന്നായിരിക്കും. ഞാന് സ്കൂളിൽ പോകുമ്പോൾ എല്ലാ ദിവസവും രാവിലെ ബൈബിള് വായിക്കും. ഒരുങ്ങി കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വേദോസ്തം തുറന്ന് വായിക്കും. അത് നിന്നോണ്ടാ വായിക്കുന്നത്. കോട്ടൺ സാരി ഉടുക്കുന്നതുകൊണ്ട് അത് ഉടഞ്ഞു പോകുമെന്നുള്ള പേടിക്കാണ് ഞാൻ മുട്ടുകുത്തി ഇരിക്കത്തില്ല. അപ്പൊ ഒരു ദിവസം നല്ല വടി പോലെ സാരി ഉടുത്തിട്ട് ഇങ്ങനെ വേദോസ്തം തുറന്നപ്പോൾ എന്നോട് വചനം ഇങ്ങനെ പറഞ്ഞു, ബാബേൽ പുത്രിയായ കന്യകയെ നിലത്ത് പൊടിയിൽ ഇറങ്ങിയിരിക്കുകയെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തില് നാം എന്തെങ്കിലും കണ്ടാലും, ഈ ലോകത്തിൽ എന്ത് നല്ലതാണെന്ന് തോന്നിയാലും പൊടിയോളം താഴ്ത്തിയാല് എന്റെ ദൈവം ഉയർത്തും എന്നുള്ളതിന് സംശയമില്ല. ഒരു പ്രാവശ്യം ഞാൻ വില കൂടിയ സാരി വാങ്ങിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചൊരു വിവാഹത്തിന് പോകാൻ. എന്നിട്ട് ഞാൻ വേദപുസ്തകം തുറന്നപ്പോൾ വചനം എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ രക്താംബരം ധരിച്ചാലും പൊന്നാഭരണം അണിഞ്ഞാലും നീ കണ്ണിൽ മഷി എഴുതിയാലും വൃഥാ സൗന്ദര്യം വരുത്താൻ നോക്കുന്നുവെന്ന്. അതോടെ അത് ഉപേക്ഷിച്ചു. 2016 ഞങ്ങള് പൂർണ്ണ സമയം മിനിസ്ട്രിക്കായിട്ട് ഞങ്ങള് VRS എടുത്തു. ഞങ്ങളുടെ സഭാ മേലധ്യക്ഷന്റെ അടുക്കൽ പോയി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിനും ഇങ്ങനെ ഒരു സംഭവം പരിചിതമല്ലാത്തത് കൊണ്ട്, ഒരു ആത്മായര് ചെല്ലുന്നത് പതിവില്ലാത്തത് കൊണ്ട് അദ്ദേഹം പറഞ്ഞ എല്ലാ സുവിശേഷ വയലുകളും നിങ്ങൾ പോയിട്ട് ദൈവം നിങ്ങളോട് പറയുന്നത് പ്രാർത്ഥിച്ച ആ സ്ഥലത്ത് നിങ്ങൾ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉത്തരാഖണ്ഡില്, അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശില് ചർക്കാരി, അങ്ങനെ മൈസൂർ, ഇവിടെ എല്ലാം ഞങ്ങൾ സന്ദർശിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ മൈസൂർ ഞങ്ങളുടെ മിഷൻ വയലായിട്ട് ഏറ്റെടുത്തു. അങ്ങനെയാണ് ഞങ്ങൾ മൈസൂറില് 2017 ജനുവരി അവസാനം ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ഞങ്ങൾക്ക് ദൈവം ആദ്യ ഒരു വർഷക്കാലം ഞങ്ങൾക്ക് വളരെ പ്രയാസമുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് കന്നഡ ഭാഷയൊന്നും അറിയത്തില്ല. അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒന്നും ഇല്ല, കന്നഡയും മലയാളവും കൂടെ പറയുന്നത്. മിഷണറി അച്ഛന്മാര് ചാർജുള്ളവരെ ഞങ്ങളോട് വളരെ സൗഹൃദത്തോടെ ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നു. എന്നാലും അങ്ങനെ ഒരു സൗകര്യം അവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ ഒരു വർഷത്തോളം ഒരുപാട് പ്രാർത്ഥിച്ച് വളരെ കണ്ണുനീരിന്റെ അനുഭവമായിരുന്നു. തെക്കിനോടും വടക്കിനോടും കിഴക്കിനോടും പടിഞ്ഞാറിനോടും തരി എന്ന് പറഞ്ഞ് രാത്രിയും പകലും ഒരുപോലെ ഉപവസിച്ച് നിലവിളിച്ച സന്ദർഭങ്ങളായിരുന്നു അത്. ഞങ്ങള് പാഴ്സനേജ് മുകളിൽ ഒരു ഒറ്റമുറി ആയിരുന്നു ഞങ്ങളുടെ വീട്. അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. രാത്രിയിലെല്ലാം ഞങ്ങൾ ആകാശത്തിലേക്ക് നോക്കിയിരുന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നമുക്കറിയാമല്ലോ, മൈസൂറിലെ പോകുന്നതിന് മുമ്പ് തന്നെ ആ ആധിപത്യ ശക്തിയെ വ്യക്തമായി ദർശനത്തിൽ കാണിച്ചു.
അതിന്റെ മൂലസ്ഥാനത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടു. അങ്ങനെ അവിടെ പോയി നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ കന്നഡ പഠിക്കുവാൻ സഹായിച്ചു. LKGയുടെ പുസ്തകം, UKGയുടെ പുസ്തകം, 1ാം ക്ലാസ്സിന്റെ പുസ്തകം വായിച്ചപ്പോൾ കന്നഡ ബൈബിള് വായിക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു. മലയാളം സംസ്കൃതവും പഠിച്ചതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. കന്നഡ അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. കന്നഡ ചർച്ചുകളിൽ പോയി വചനം ഘോഷിക്കുവാൻ ദൈവം അനുവദിച്ചു. ഞങ്ങൾക്ക് ഗ്രാമങ്ങളിലേക്ക് ഞങ്ങൾ പോകും. അനവധി 100 കിലോമീറ്ററോളം ദൂരെയുള്ള ഗ്രാമങ്ങളിൽ ഞങ്ങൾ പോകും. അവരുടെ ബൈക്കിലൊക്കെയാണ് ഞങ്ങളെ ഉൾഗ്രാമങ്ങളിൽ കൊണ്ടുപോകുന്നത് വചനം കേൾക്കുവാൻ. യേശു സ്വാമി എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ആർത്തിയാ വചനം കേൾക്കാൻ. ഒരു ഹാൻഡ് പ്രൊജക്ടർ ഞങ്ങളുടെ ഉണ്ട്. അതേതേലും വീടിന്റെ ഭിത്തിയിൽ ഞങ്ങൾ വെള്ള തുണി വിരിച്ച് അത് കാണിക്കും. അവരോട് യേശുവിനെ കുറിച്ച് കന്നഡായി പറയും. അങ്ങനെ കർത്താവിങ്കിലേക്ക് നടത്തുവാൻ അനേക ഗ്രാമങ്ങളിൽ ഞങ്ങളെ അയച്ചു. ഞങ്ങള് പാർക്കുന്ന മിഷനില് ഒരു ഹൈസ്കൂൾ ഉണ്ടായിരുന്നു, LKG മുതൽ 10 വരെയുള്ള. അവിടെയുള്ള കുഞ്ഞുങ്ങളോട് ഈ ജീവിക്കുന്ന യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാനും മോറൽ ക്ലാസ്സുകൾ എടുക്കുവാനും ദൈവം സഹായിച്ചു. മൈസൂർ സിറ്റിയില് ഒരു CSIയുടെ ഒരു മിഷൻ ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ മറ്റാർക്കും അനുവാദം ലഭിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് അവിടെ പ്രവേശിക്കുവാനായിട്ട് അനുവാദം തന്നു. അവിടെ കന്നഡ ഹിന്ദുക്കളും മുസ്ലിംസുമാണ് അവിടുത്തെ പേഷ്യൻസ്. ആഴ്ചയിൽ വെള്ളിയാഴ്ച അവരെ സന്ദർശിക്കുവാനും കർത്താവിനെ കുറിച്ച് അവരോട് പറയുവാനും ദൈവം ഞങ്ങൾക്ക് അവസരം തന്നു. അതിനെ തുടർന്ന് വിശ്വാസം ഉള്ളവരുടെ ഭവനങ്ങളിൽ പോകുവാൻ ദൈവം അവസരം തന്നു. അവിടെ നഴ്സിംഗ് കോളേജ് ഉണ്ട്. അവിടുത്തെ സ്റ്റുഡൻസിന് ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂർ ബൈബിൾ ക്ലാസ് എടുക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിഞ്ഞു. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥിനികൾ അവിടെ ഉള്ളത്. പക്ഷേ മലയാളം പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഇംഗ്ലീഷിലും ഞങ്ങൾക്ക് 2 പേർക്കും മാറി മാറി ക്ലാസ്സുകൾ എടുക്കുവാൻ ദൈവം കൃപ ചെയ്തു. അനേകം മറ്റ് മതസ്ഥരായ കുഞ്ഞുങ്ങളെ കർത്താവിങ്കിലേക്ക് നടത്തുവാൻ ദൈവം അവർ ഞങ്ങളെ ഉപയോഗിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം പല മിനിസ്ട്രികളിൽ കൂടെ ഞങ്ങളെ നടത്തി. ഓരോ വിഷയം വ്യക്തമായിട്ട് അവിടെ പല ഗ്രാമങ്ങളിൽ ഞങ്ങൾ മാറി മാറി താമസിച്ചു. ഒരു ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ആ ഗ്രാമത്തിന്റെ ആധിപത്യ ശക്തിയെ ദർശനങ്ങളിലൂടെ വ്യക്തമായി കാണിച്ചു. ഒരു സ്ഥലം വളരെ യാഗങ്ങളെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങളുടെ ഭവനം. ഞങ്ങൾ മാത്രമേ അവിടെയുള്ളൊരു ക്രിസ്ത്യൻ കുടുംബമുള്ളൂ. ഇതിനെ അടുത്ത് ഉപവാസം ഇരിക്കുമ്പോൾ അവിടെ ഹോമങ്ങൾ നടക്കും. പക്ഷെ ഒരു സമയം എനിക്ക് ഒരു വല്ലാത്ത അസ്വസ്ഥത വന്നിട്ട്, പനിയുടെ പ്രയാസം വന്നിട്ട് 5 ദിവസം എനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. 5 ദിവസം ഒരുപോലെ കണ്ണടയ്ക്കാതെ ഇരിക്കുമ്പോഴത്തെ അനുഭവം അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുകയുള്ളൂ. ഞാൻ വളരെ ഭാരപ്പെട്ടു. ഞാൻ കർത്താവിനോട് നിലവിളിച്ച്, കർത്താവേ, നീ എന്നെ ഇവിടെ ആക്കിയെങ്കിൽ ഇതിനെ അതിജീവിക്കുവാനായിട്ട് എനിക്ക് നീ കൃപ തരണം. കാരണം ആരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ല. നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് താങ്ങായിട്ട് ആരുമില്ല. ഒരു 1-2 എന്റെ പ്രാർത്ഥനാ സഹാരി കൂട്ടുകാരും മാത്രമാണ് ഞങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത്. അല്ലെ ഞങ്ങളുടെ മാതാവ്, മറ്റാരുമില്ല ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ഞങ്ങൾ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. അവിടെ വെച്ച് എനിക്ക് അല്പമായ അലർജിക്ക്, ആസ്മയുടെ പ്രശ്നമുണ്ടായി. അർദ്ധരാത്രിയില് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ മരുന്ന് കഴിച്ചു. പെട്ടെന്ന് നാട്ടിലേക്ക് വരുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. കാരണം അത്രമാത്രം സ്ഥിതി വഷളായി. മോനെ വണ്ടി ഓടിച്ച് പതുക്കെ നാട്ടിൽ കൊണ്ടുവന്നു. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ലങ്സിന്റെ പകുതി ശതമാനം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷെ പിന്നീട് ഞാൻ നിങ്ങളെ പ്രാർത്ഥിച്ചു. ദൈവം അതിൽ നിന്നും എന്നെ വിടുവിച്ചു. പിന്നെ എനിക്ക് ആസ്മയുടെ പ്രയാസം ഉണ്ടായിട്ടില്ല. ആ മരുന്ന് എപ്പോഴും കർത്താവിന്റെ ദാസൻ സ്റ്റോക്ക് ചെയ്യും. പ്രയാസം വന്നാൽ അത് ഉപയോഗിക്കാൻ പറയാൻ ഞാനത് ഉപയോഗിക്കുന്നില്ല. കാരണം കർത്താവ് എനിക്കത് മാറ്റി തന്നു. ഇനി കർത്താവ് തന്ന അത് പൂർണ്ണ വിടുതല. ഇനി ഒരിക്കലും അവൻ അത് ഉപയോഗിക്കുവാനായിട്ട്. എന്റെ ഹൃദയത്തിന്റെ ഡോക്ടർ പരിശോധിക്കുമ്പോൾ ഇടിപ്പിന് വ്യത്യാസം വരും. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഞാൻ പുതിയൊരു ഹൃദയം തരുമെന്ന്. അത് ആത്മീയാർത്ഥത്തിൽ മാത്രമല്ല, അക്ഷരാർത്ഥത്തിലും പുതിയ ഹൃദയമായി ഞാനത് ഏറ്റെടുത്തിരിക്കുക. എന്റെ സ്വഭാവം അതാണ്. ഒരു ദേവദാസൻ
പ്രസംഗിക്കുമ്പോൾ ഒരു വാഗ്ദത്തം പറഞ്ഞാൽ ഞാൻ അത് എനിക്ക് ദൈവം തന്ന വാഗ്ദത്തമായിട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവം ആ വാഗ്ദത്തം എന്നിൽ നിവർത്തിക്കുവോളം ഞാൻ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഞാൻ ഇത്ര വിശദമായിട്ട് പറയുന്നത്, എന്നെ കേൾക്കുന്ന ആരെങ്കിലും നമ്മൾ വചനം കേൾക്കുമ്പോൾ തള്ളിക്കളയല്ല. ഏത് ദൈവദാസൻ പറഞ്ഞോട്ടെ, അതിനകത്തെല്ലാം ഓരോ വ്യക്തിയോടും പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ഒരു നിമിഷമുണ്ട്. ആ ഇടപെടലിന് നമ്മളൊന്ന് വിധേയപ്പെടുത്തി കൊടുത്താൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതത്തിന്, വലിയ രോഗസൗഖ്യത്തിന്, വലിയ വിടുതലിന് കാരണമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ഞങ്ങള് ആ ദേശത്ത് ആയിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം കർത്താവ് പ്രാർത്ഥനയില് ഗത്സമന എന്ന ഒരു വാക്ക് എന്നോട് ഇടപെടുകയാണ്. എന്താണ് ഗത്സമന? നിങ്ങൾക്ക് ഒരു പ്രത്യേക മിനിസ്ട്രി തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഗത്സമന. ഗത്സമന പ്രെയർ ആൻഡ് കൗൺസിലിംഗ് കർത്താവ് വ്യക്തമായിട്ട് കാണിച്ചു തരിക. എന്നിട്ട് എന്താണ് ഗത്സമന? അതുവരെ ആ ഗത്സമനയെ കുറിച്ച് ഇത്ര ആഴത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഒന്നാമത് കർത്താവ് എന്നോട് പറഞ്ഞു, എണ്ണച്ചക്ക്. അതാണ് ഗത്സമന എന്ന വാക്കിന്റെ അർത്ഥം. അവിടെ ഈ ഒലിവെണ്ണ കൊണ്ടോ ഇടിച്ചിട്ട ചക്കിനകത്തിട്ട് അങ്ങോട്ട് ആട്ടിയെടുക്കുക. ആ ഒലിവ് കായ്കൾ ചതഞ്ഞ് അമേൻ അതിന്റെ സ്വത്തം നഷ്ടപ്പെടുമ്പോഴാണ് ഈ മാധു അല്ലെങ്കിൽ ഉപയോഗപ്രദമായ ഒലിവെണ്ണ പുറത്തേക്ക് വരുന്ന ഏറ്റവും ശ്രേഷ്ഠമായത്. അതുപോലെ ദൈവപുത്രൻ നമുക്ക് വേണ്ടി ചതയ്ക്കപ്പെട്ട് അവന്റെ സ്വത്വത്തെ ഊറ്റി നമുക്ക് തന്ന ഇടമാ, പ്രാർത്ഥനയുടെ ഇടമാണ് ഗത്സമന. നിന്റെ ജോലി പ്രാർത്ഥനയാ. നീ ഒലിവുകായ് പോലെ നിങ്ങൾ ചതഞ്ഞ് തീരണം. ഹല്ലേലൂയ. നിന്നിൽ നിന്ന് പരിശുദ്ധാത്മാവാകുന്ന എണ്ണ ഒഴുകണം. ആ എണ്ണ അനേകർക്ക് സൗഖ്യദായകമായി തീരണം. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ നിരന്തരമായ പ്രാർത്ഥന. രണ്ടാമത് ആത്മീയ പോരാട്ടം. എന്നോട് കർത്താവ് വ്യക്തമായി പറഞ്ഞു, കുരിശിലല്ല ഏറ്റവും കൂടുതൽ ഞാൻ പരീക്ഷ നേരിട്ടത്, ഗത്സമനയില്ല, കുരിശിലല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ ഈ തോട്ടത്തില് പിശാചിനോട് നേർക്കുനേർ യുദ്ധം ചെയ്യായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം പിതാവേ എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പറഞ്ഞു. ഞാൻ അവനോട് പോരാടിക്കൊണ്ടിരുന്നു. എന്റെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളും, ഹൃദയത്തിന്റെ ധമനികൾ പൊട്ടി രക്തം വിയർപ്പ് തുള്ളികളായിട്ട് എന്റെ രോമകൂപങ്ങളിലൂടെ കിനിഞ്ഞിറങ്ങി. നിനക്കു വേണ്ടിയാ, നിന്റെ ജീവന്റെ വിടുതലിന് വേണ്ടിയാ, നിന്നിലൂടെ അനേകരുടെ ജീവന്റെ വിടുതലിന് വേണ്ടിയാ. കർത്താവിനോട് ശക്തമായിട്ട് ഇടപെടുകയായിരുന്നു. നിന്റെ പ്രാർത്ഥനയിലൂടെ നീ പോരാടേണ്ടത് പിശാചിനോട് നേരെ നിന്ന നിനക്ക് ഞാൻ വ്യക്തമാക്കി തരും ആരാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന്. നീ ഒറ്റയ്ക്കല്ല. അവിടെ പറയുന്നു, ദബോറയുടെ പാട്ടിനെ കുറിച്ച് എനിക്ക് പിന്നീട് കാണിച്ചു തന്നു. ദബോറയ്ക്ക് വേണ്ടി പാറാൻ പർവ്വതങ്ങളിൽ ഇറങ്ങി വരുന്ന ഒരു യഹോവയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. ആ ദബോറയുടെ ശുശ്രൂഷ കർത്താവ് തരികയാണ്. അവിടെ പറഞ്ഞ് നേർക്ക് നേർ നിന്ന് പോരാടണം. മൂന്നാമത്, ഇത് സമർപ്പണത്തിന്റെ ഒരു ഇടമാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമെന്ന് പിതാവിനോട് ഏൽപ്പിച്ചതുപോലെ ഇനി ജീവിതത്തിൽ നിന്റെ ഇഷ്ടമല്ല, പിതാവിന്റെ ഇഷ്ടം നിന്നിലൂടെ നിറവേറട്ടെ. ഒരു കാര്യം പോലും പിന്നീട് പിതാവിന്റെ ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യുവാൻ കർത്താവ് ഇടയാക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നാലാമതായിട്ട്, ഇത് വിജയത്തിന്റെ ഇടമാണ്. ഹല്ലേലൂയ. പിശാചിനെ ജയിച്ച് ക്രൂശീകരണത്തിനായി കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ തന്നെ പിശാചിന്റെ മേൽ സകല ആയുധങ്ങളെ അവൻ കാൽക്കീഴെ ആക്കി കഴിഞ്ഞു. വിജയത്തിന്റെ ഇടമാണ്. നിനക്ക് പിശാചിന്റെ മുമ്പിൽ ഞാൻ നിനക്ക് വിജയം നേടിത്തരുന്ന ഇടമാണ് ഗത്സമന. മാത്രമല്ല, അവസാനമായിട്ട് ഒന്നുകൂടെ നമ്മൾ അവിടെ കാണുന്നു, കർത്താവ് പറയുക, ദൂതൻ ഇറങ്ങി ശക്തീകരിക്കുന്ന ഇടമാണ്. ഇത് കർത്താവിനെ ശക്തീകരിക്കുവാൻ അവിടെ ഒരു ദൂതൻ ഇറങ്ങി. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഹല്ലേലൂയ. നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളോട്
കൂടെയുണ്ട്. അതുതന്നെയാണ് നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത്. അവരുടെ മുമ്പിൽ ഒരു ദൂതനെ പോലെ അവരെ ശക്തിപ്പെടുത്തുവാൻ ദൈവം ഞങ്ങളോട് ഇടപെട്ടതാണ്. അന്നു മുതലാണ് ഈ മിനിസ്ട്രിക്ക് വേണ്ടി, സ്വയം മിനിസ്ട്രിക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങുന്നത്. അവിടെ നിന്നാണ് ദൈവം പിന്നീട് ഞങ്ങൾക്ക് മാലോം എന്ന് പറയുന്ന സ്ഥലം കാണിച്ചു തരുന്നത്. നിങ്ങൾ അവിടെ പോകണം. എവിടാണെന്ന് അറിയത്തില്ല. മാലോം ഞങ്ങൾ ഇതിനുമ്പ് കേട്ടിട്ടില്ല. ഗൂഗിളിൽ നോക്കി അത് കണ്ടുപിടിച്ചു. അത് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് താലൂക്കിലാണെന്ന്. ഇതിന് ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ തന്നെ 2020 ഇടവെള്. എൻ്റെ കസിൻ ഇവിടെ ഭീമനടിയില് താമസിക്കുന്നുണ്ട്. ദൈവം അവരെ ഞങ്ങൾക്ക് മുമ്പായിട്ട് ഈ ദേശത്തേക്ക് അയച്ചു. അവര് തിരുവനന്തപുരത്തായിരുന്നു. അവിടെ നിന്ന് ഈ ദേശത്തോട്ട് അയച്ചു. ഞങ്ങൾ അവനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അമ്മാമ്മ, നിങ്ങൾ പോരെ, ഞാൻ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് തരാമെന്ന്. ദൈവം അവനെ ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സമയത്താണ് കോവിഡ് ഉണ്ടായത്. ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് മൈസൂറിലെ ഗ്രാമങ്ങളിലൊന്നും പോകാൻ കഴിയാഞ്ഞത് കൊണ്ട് ഞങ്ങൾ ആ ഭവനത്തിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഭാഗ്യവശാല് കുഞ്ഞുങ്ങൾ രണ്ടുപേരും ആ സമയത്ത് ദൈവം ഞങ്ങളുടെ അടുക്കലേക്ക് അയച്ചു. ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നെങ്കിലും ദൈവം ഞങ്ങൾക്ക് വേണ്ടതെല്ലാം, അവിടെയുള്ള ആ കന്നഡ കടക്കാരൻ ഞങ്ങൾക്ക് വേണ്ട കുത്തരി വരെ എവിടെ നിന്നോ വാങ്ങിച്ചു കൊണ്ട് തന്നു. ഞങ്ങൾക്ക് എല്ലാ വസ്തുക്കളുടെയും പേര് കന്നഡയിൽ അറിയത്തില്ലെങ്കിൽ, അദ്ദേഹത്തിന് ഞങ്ങൾ പറഞ്ഞാൽ അറിയത്തില്ലെങ്കിലും അദ്ദേഹം മകളെ കൊണ്ട് അതിന്റെ ഇംഗ്ലീഷ് മനസ്സിലാക്കി അത് ഇംഗ്ലീഷിൽ നിന്ന് കന്നഡയിലാക്കി. അങ്ങനെ എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് വേണ്ടതെല്ലാം കൊണ്ടു തന്നു. ദൈവം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി മൈസൂറിൽ നിന്നും. അതുകൊണ്ട് അവിടെ ഈ പുതിയ സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോരുവാനിടയായി. ഗവൺമെന്റിന്റെ പോലീസ് വാഹനങ്ങളുടെ 10 വാഹനങ്ങളുടെ എസ്കോർട്ടോടെ രാജകീയമായിട്ടാണ് മൈസൂറിൽ നിന്നും ഞങ്ങളെ കേരളത്തിലേക്ക് അയക്കുന്നത്. അത് കോവിഡ് പ്രോട്ടോകോൾ ആയിരുന്നെങ്കിലും ദൈവത്തിന്റെ ഒരു രാജകീയമായ ഒരു യാത്രയെപ്പായിട്ട് ഞങ്ങൾ അതിനെ കരുതുന്നു. ഇപ്പോഴും ഗ്രാമത്തിലെ ആളുകൾ ഞങ്ങളെ വിളിക്കും, ഫോണിൽ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കും. പിന്നീട് അങ്ങോട്ട് പോകുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഇപ്പോഴും ഗ്രാമങ്ങളുമായിട്ട് ബന്ധം പുലർത്തുവാനായിട്ട് ഞങ്ങൾ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ആ കോവിഡിന്റെ അല്പം ഒന്ന് ശമിച്ചപ്പോഴാണ് ഞങ്ങൾ ഈ മാലോം, കാസർഗോഡിലെ മാലോമിൽ കടന്നു വരുന്നത്. ഇവിടെ ഒരു വീട് കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒഴിഞ്ഞ വീടുകളില്ല. ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കൃത്യമായി ഞങ്ങളെ ഒരു വീട് ദൈവം കാണിച്ചു തന്നു. അങ്ങനെ ആ വീട് ഞങ്ങൾക്ക് ലഭിക്കാൻ ഇടയായി. ഇവിടുത്തെ ആധിപത്യ ശക്തികൾ കുറച്ചുകൂടെ ഞങ്ങളെ ആദ്യം കാണിച്ചത് ഈ ദേശത്തിന്റെ മുകളില് വലിയ കനത്ത കരിമ്പടം പോലെ ഇരുട്ട് നിറഞ്ഞിരിക്കുന്നതാ. ഹല്ലേലൂയ. വ്യക്തമായി ഓരോ ദർശനങ്ങളും കർത്താവ് തരുന്നു. ദർശനങ്ങള് മനസ്സിലാക്കാനായിട്ടുള്ള കൃപ കൂടെ ദൈവം തരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ആരെയും പരിചയമില്ല. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഒരു ചർച്ചില് പ്രസംഗിക്കുവാൻ അവസരം കിട്ടി. അവിടെ ചെന്ന് മറ്റൊരു വ്യക്തി പ്രസംഗം കേട്ട് ഞങ്ങളുടെ ഫോൺ നമ്പർ വാങ്ങിച്ചു. അങ്ങനെ ചില ദൈവദാസികളെയും ദൈവദാസന്മാരെയും പരിചയപ്പെടുത്തി വളരെ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ പെന്തക്കോസ്ത് സമൂഹവുമായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ചേരുവാനായിട്ട് കഴിഞ്ഞു. അതായത് കർത്താവിൻ അവിടെ ഞങ്ങൾ ആയിരുന്നിടത്തെ ശുശ്രൂഷ അവസാനിച്ചു. അത് കഴിഞ്ഞ വർഷമേ അവസാനിച്ചു. ഒരു പുതിയ ശുശ്രൂഷയിലേക്ക് കർത്താവ് നടത്തുക. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് പോരുമ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങള് സഭയോട് പറയും, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ സഭയോട് ചേർന്ന് നിൽക്കാം. അതല്ല, ദൈവഹിതം ഞങ്ങൾ സ്വതന്ത്രമായി ചെയ്യണമെന്നാണെങ്കിൽ സഭ അതിന് സമ്മതിക്കുകയില്ലെന്ന്. അപ്പോൾ ഞങ്ങൾ വിവരം പറഞ്ഞറിയിച്ചു, ഞങ്ങളുടേതായ രീതിയിൽ അറിയിച്ചു. എങ്കിലും ഈ സ്ഥലം കർണാടക മിഷന്റെ അല്ലെങ്കിൽ കർണാടക ഡയോസിന്റെ കീഴിലാണ് കാസർഗോഡ്. ഇവിടെ കേരളത്തിന് ഇവിടെ മിഷനുകളൊന്നുമില്ല. ഒരു സഭയ്ക്കും മിഷനുകൾ ഇല്ലാത്ത ഒരു പ്രദേശത്തേക്കാണ് കർത്താവ് ഞങ്ങളെ അയച്ചത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അനേക സ്ഥലങ്ങളിൽ കർത്താവ് ഞങ്ങളെ അയച്ചു, കുടുംബങ്ങളിൽ അയച്ചു, ആളുകളെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് പ്രാർത്ഥനയ്ക്കും. അത് വ്യത്യസ്ത മതവിഭാഗങ്ങളിലും സഭാവിഭാഗങ്ങളിലും ഉള്ളവരെ കർത്താവ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് അയക്കുന്നു, അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി. നാളുകളിൽ കുടുംബങ്ങളുടെ എന്ന് വെച്ചാൽ പൈശാചിക ബന്ധനങ്ങളിൽ പെട്ടുപോകുന്ന, നമ്മൾ ചിന്തിക്കുന്നതിനും നമ്മൾ കേൾക്കുന്നതിനൊക്കെ വളരെ അപ്പുറത്താണ് പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളുടെ വിഷയങ്ങള്.
പക്ഷെ ഇതൊക്കെ വളരെ രഹസ്യമായ വിഷയങ്ങളാണ്. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ബാധിക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തിയുടെ വിഷയങ്ങൾ മറ്റൊരു വ്യക്തിയോട് ഒരിക്കലും ഷെയർ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഇടയാക്കത്തില്ല. ആത്മീയമായി ഉന്നതങ്ങളിൽ ഇരിക്കുന്ന പലരുടെയും കുടുംബ ജീവിതങ്ങളിലും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും ഒക്കെ പ്രശ്നങ്ങളുടെ സങ്കീർണതകളുടെ കെട്ടുകളെ അടിക്കുവാൻ ഇന്നാളുകളിൽ ദൈവം ഞങ്ങളെ ശക്തമായിട്ട് ഉപയോഗിച്ചു എന്ന് മാത്രം ഒരു സാക്ഷ്യമായിട്ട് പറയുന്നു. ഒറ്റ ഒരു കാര്യം മാത്രം പറയുന്നു. ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനി, അത് ഹിന്ദു സമുദായത്തിൽപ്പെട്ടതാണ്. നവരാത്രിയോടനുബന്ധിച്ച് നടന്ന പൂജയില് പങ്കെടുത്തു. അവള് വീട്ടില് വന്നു. ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാ. അവൾക്ക് പെട്ടെന്ന് അവൾ വല്ലാത്ത അസ്വാസ്ഥ്യം, മാനസിക അസ്വാസ്ഥ്യം കാണിച്ചു. അതുവരെ ഇംഗ്ലീഷോ കന്നഡയോ അറിയാൻ മേലാത്ത പെൺകുട്ടി ശക്തമായിട്ട് ഇംഗ്ലീഷിലും കന്നഡയിലും സംസാരിക്കാൻ തുടങ്ങി. അവള് ശക്തമായിട്ട് ആളുകൾ പിടിച്ചിട്ട് അവൾ നിൽക്കാതെ അതിശക്തമായിട്ട് വളരെ അസ്വസ്ഥതകൾ കാണിച്ച് ബഹളം വെച്ചു. പെട്ടെന്ന് ഞങ്ങളുടെ ഈ സഹോദരൻ ഞങ്ങളെ അങ്ങോട്ടേക്ക് വിളിച്ചു. ഞങ്ങൾ അവിടെ വന്നു, ഞങ്ങളെ പ്രാർത്ഥിച്ചു. അവള് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കൊണ്ട് കർത്താവിന്റെ രക്ഷയെക്കുറിച്ച് അവളുടെ മാതാവിനെ പറഞ്ഞ് മനസ്സിലാക്കി, ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. പൂർണ്ണമായിട്ടും ആ മകളെ കർത്താവ് സൗഖ്യമാക്കി. അത് മാത്രമേ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഈ ദിവസങ്ങളില് പല സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും ദേശത്തിന്റെയും കുടുംബത്തിന്റെയും വിഷയങ്ങൾ കർത്താവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, ഇത്രയും വർഷങ്ങളായി നടക്കുന്ന ശുശ്രൂഷ കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, സൗജന്യമായി ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിന്ന്. ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഏത് സമയത്തും ഏത് രാത്രിയിലും ഞങ്ങളെ ആര് കോണ്ടാക്ട് ചെയ്താലും അവരുടെ വിഷയങ്ങള് വിശ്വസ്തയോടെ എടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളെ ദൈവം സഹായിക്കുന്ന ദൈവത്തിന്റെ കൃപയാ. പിന്നെ ദൈവത്തിന്റെ വചനം തരുന്നതില് ഓരോ കാര്യം കൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഏറ്റവും കൂടുതൽ പ്രവചന പുസ്തകങ്ങളിലൂടെയാ കർത്താവ് നടത്തുന്നത്. ഇത് കർത്താവിന്റെ സന്നിധിയിൽ കർത്താവ് ഒരു വാക്യം തരും, കർത്താവ് അതിനോടനുബന്ധിച്ചുള്ള ചിന്തകൾ വെളിപ്പെടുത്തി തരും. അങ്ങനെയാണ് ഞാൻ എന്റെ പ്രസംഗങ്ങൾ തയ്യാറാക്കുന്നത്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ എന്റെ പുസ്തകത്തിൽ നിന്നും അനേകം ശക്തമായിട്ടുള്ള വിഷയങ്ങള് കർത്താവ് വചന വെളിപ്പാടുകൾ നൽകി. അതിലുപരിയായി ഉത്തമഗീതത്തിൽ നിന്ന് 6-7 പ്രസംഗങ്ങൾ, ശക്തമായ വെളിപ്പാട്, എന്നുള്ള ക്രിസ്തുവും സഭയുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ അതിശക്തമായ വെളിപ്പാടുകൾ കർത്താവ് എനിക്ക് തന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഇതൊന്നും ഒരു സാധാരണക്കാരിയെ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിന്റെ അപ്പുറമായിട്ടുള്ള വെളിപ്പാടുകൾ തന്നു. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും, എത്ര നിങ്ങൾക്ക് കഴിവില്ലെന്ന് നിങ്ങൾ ചിന്തിച്ചാലും, നിങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കൊടുക്കുമ്പോൾ കർത്താവ് നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കും. നിങ്ങളെ സമൂഹത്തിന് ആവശ്യമുണ്ട്. അനേക വ്യക്തികൾക്ക് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. നിങ്ങളുടെ ചുറ്റുപാടുകളെ കൊണ്ട് ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്ന് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുക, പരിശുദ്ധാത്മാവിനായിട്ട് വിധേയപ്പെടുത്തി കൊടുക്കുക. കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. ഈ കാസർഗോഡ് ജില്ലയെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുവാൻ ആവശ്യപ്പെടുകയാണ്. 2011 സെൻസസ് പ്രകാരം ഏതാണ്ട് 15 ലക്ഷത്തിനടുത്ത് ഇവിടെ ജനസംഖ്യ ഉണ്ട്. 50,000 മാത്രമാണ് ക്രിസ്ത്യാനികളുടെ എണ്ണം. ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാത്ത പഞ്ചായത്തുകളും വാർഡുകളും ഇവിടെയുണ്ട്. ഒരു ക്രിസ്ത്യൻ ദേവാലയങ്ങൾ പോലും ഇല്ലാത്ത ഇടങ്ങൾ ഇവിടെ ഉണ്ട്. പ്രിയമുള്ളവരെ, ഉണങ്ങി വരണ്ടിരിക്കുന്ന കളുടെ അനുഭവമാണ്. പ്രിയമുള്ളവരെ, സഭകളുണ്ട്, ഹിന്ദുക്കളുണ്ട്, മറ്റേ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ, റോമൻ കാത്തോലിക്കരുടെ എണ്ണം കുറച്ച് കൂടുതലാണ്. എന്നാൽ പെന്തക്കോസ്ത് വിശ്വാസികള് അന്ന് 1500 ഉണ്ടെങ്കിലും ഇന്ന് അത്രയൊന്നുമില്ല. 1500 വളരെ താഴെ. കാരണം ഇവിടെയൊക്കെ സഭകളിൽ ഞങ്ങൾ പോകുന്നു, ഒരു കൂട്ടായ്മയിൽ ഞങ്ങൾ പോകുന്നുണ്ട്. എല്ലാവരും കൂടെ ചേർന്നുള്ള എല്ലാ വെള്ളിയാഴ്ചയും ദൈവദാസന്മാർ ഒരുമിച്ചിരുന്ന് മുഴുരാത്രി പ്രാർത്ഥന നടത്തുന്നുണ്ട്. അതിലൊക്കെ ഞങ്ങൾ സംബന്ധിക്കുന്നുണ്ട്. വളരെ തീഷ്ണതയോടെ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരുണ്ട്, ദൈവസഭകളുണ്ട്. പക്ഷേ ഒരു മാനസാന്തരം, ഒരു ഉണർവ് ദേശത്തിന് ഇതുവരെ ആയിട്ടില്ല. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ദേവദാസന്മാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ മാലോമില്
ഒരു വർക്ക് പോലും ഈ കുറെ വർഷങ്ങളായിട്ട് നടക്കുന്നില്ല. ആര് വന്നാലും കുറച്ചു നേരം നിന്നിട്ട് അവരെ മാറ്റിക്കളയുന്ന ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. ഒരു വല്ലാത്ത ഒരു ബെൽറ്റാണ് ആ ഭാഗം എന്ന് പറയുന്നത്. ഈ അടുത്ത കാലം ഞങ്ങൾ വന്നതിന് ശേഷം ഇപ്പോൾ AG ചർച്ചുകാര് ചെറിയ വർക്ക് അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അനേക ദൈവദാസന്മാർ അഭിഷിക്തർ കടന്നു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേശത്തിനൊരു വിടുതലും സൗഖ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, അബ്രഹാം ചെന്നിടത്തെല്ലാം യാഗപീഠം പണിതു, നിങ്ങളും യാഗപീഠം പണിന്ന്. കഴിഞ്ഞ 1.5 വർഷമായി ഞങ്ങളുടെ ഭവനത്തിൽ എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ ഇരുന്ന് ആരാധിക്കും. ഇടയ്ക്കൊക്കെ ആരെങ്കിലും ഒക്കെ വന്ന് സംബന്ധിക്കും. പൂർണ്ണമായിട്ട് ആരെയും ഒരു സഭയുടെ സ്റ്റാർട്ടിങ് ഞങ്ങളോട് ദൈവം പറഞ്ഞിട്ടില്ല. എങ്കിലും ദൈവഹിതത്തിനായിട്ട് നാളെ എന്താണോ ദൈവം പറയുന്നത് അത് മാത്രം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇത്രയും സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുവാൻ ദേവദാസന് അവസരം തന്നല്ലോ. ദേവദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ മിനിസ്ട്രിയിലൂടെ അനേകർക്ക് കർത്താവിനെ കണ്ടുമുട്ടുവാന് ദൈവം അങ്ങേ ഉപയോഗിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം നാമം മഹത്വപ്പെടട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ. മഹാപരിശുദ്ധനും നിത്യവാനുമായ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ്, ഇത്രയും സമയം എന്റെ കർത്താവിന്റെ ജീവനുള്ള സാക്ഷിയായി നിൽപ്പാൻ അടിയങ്ങളെ എടുത്തുപയോഗിച്ച് ഓർത്ത് സ്തോത്രം. അപ്പാ, ഈ മിനിസ്ട്രിയെ കർത്താവെ, ഈ പാസ്റ്ററിന്റെ ഈ മിനിസ്ട്രിയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന ആരോമ ചാനലിലൂടെ അനേക ദൈവത്തെ കാണുവാൻ ഇടയാകട്ടെ കർത്താവെ. പാസ്റ്ററെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അങ്ങയുടെ കരത്തിൽ തരുന്ന കർത്താവെ, എന്റെ ശബ്ദത്തിലൂടെ ദേവദാസന്റെ ശബ്ദത്തിലൂടെ എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ സ്പർശിക്കണമേ. ഏത് സമയത്ത് ഈ ശബ്ദം കേട്ടാലും എന്റെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ആത്മാക്കളെ സ്വതന്ത്രമാക്കണം കർത്താവെ, വിടുവിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നല്ല അവസരത്തിനായി വീണ്ടും സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു പ്രിയ കർത്താവിന്റെ വിലപ്പെട്ട ദാസി. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേക പ്രിയപ്പെട്ടവർക്ക് ഇത് മാതൃകയാക്കാവുന്ന അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവമാണ് കർത്താവിൻ്റെ ദാസിയുടെയും കുടുംബത്തിൻ്റെയും അനുഭവങ്ങൾ എന്ന് പറയുന്നത്. സ്തോത്രം. കടന്നുപോയതായ ആ പ്രശ്നങ്ങളുടെയൊക്കെ നടുവിൽ ദൈവം അത്ഭുതകരമായിട്ട് രക്ഷിച്ച് സൂക്ഷിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ ദൈവം ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നേ മണ്ണിനടിയിൽ മറഞ്ഞു പോകാമായിരുന്ന ആ ഓർമ്മകൾ, ആ അനുഭവങ്ങൾ, ആ ജീവിതം കർത്താവ് അതിൽ നിന്ന് മടക്കി വരുത്തി ഇന്നും ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, ജീവനുള്ള സാക്ഷ്യം വഹിക്കുവാൻ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. സ്തോത്രം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും കഷ്ടങ്ങളും ഒക്കെ നേരിടുന്നത് അതിലൂടെ നമ്മൾ ഒരു പാഠം പഠിക്കുകയും മറ്റുള്ളവർക്ക് അത് ഒരു അനുഗ്രഹമായി തീരുവാൻ, ഒരു മാതൃകയായി തീരുവാൻ കൂടിയാണ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഒന്നാമത് ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കുക, നാം വിധേയപ്പെടുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം താണിരിക്കുക. അതുകൊണ്ട് അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈകീഴിൽ താണിരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ മുൻപാകെ നാം താണിരിക്കുമ്പോൾ തക്ക സമയമാകുമ്പോൾ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആ സമയമുണ്ട്. കർത്താവ് നമ്മളെ ഉയർത്തുവാൻ, വിടുവിക്കുവാൻ. അതിന് മരണമായിരുന്നാൽ, കർത്താവിൻ്റെ ദാസി ഹിസ്കിയാവിൻ്റെയൊക്കെ കാര്യം പറഞ്ഞല്ലോ. സ്തോത്രം. ഹിസ്കിയാവിനെ കുറിച്ചുള്ളതായ യശയ്യാവിൻ്റെ ആ ദൈവീയ ആലോചനകൾ പറഞ്ഞപ്പോൾ ഹിസ്കിയാവ് തന്നെ തന്നെ താഴ്ത്തി ചുവരോട് ചരിഞ്ഞു കിടന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. തനിക്ക് വരുത്തുമെന്ന് പറഞ്ഞതായ അനർത്ഥത്തിൽ നിന്ന് ദൈവം അവനെ വിടുവിച്ചു. തൻ്റെ ആയുസ്സിനെ ദീർഘിപ്പിക്കുവാൻ ഇടയായിത്തീരുന്നു. ആയുസ്സും ആരോഗ്യവും അവസരങ്ങളും ദൈവം നമുക്ക് നീട്ടിത്തരുന്നത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ ഓരോന്നും നമ്മളെ തകർത്ത് കളയുവാനല്ല, തളർത്തി കളയുവാനല്ല, പകരം
കർത്താവിനോട് അടുപ്പിക്കുവാൻ, ഞാൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്, വിടുവിക്കുന്ന ദൈവമാണെന്ന് അനേകർക്ക് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം. പ്രിയ കർത്താവിൻ്റെ ദാസിയും ദാസനും ചേർന്ന് ഈ സാക്ഷ്യ സമയം പങ്കുവയ്ക്കുവാൻ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം വേർതിരിച്ചതിൽ പ്രിയ കുടുംബത്തോട് വളരെയധികം നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരുടേതായ നന്ദി സ്നേഹത്തിനെടുത്ത് അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ടതിലൂടെ ദൈവനാമം ഇവിടെ മഹത്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഞങ്ങളുടെ വെബ്സൈറ്റ് aroma.tv.com.in എന്ന് പറയുന്നതായ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. ആമേനെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി വീണ്ടും കാണുമ്പോഴേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.